പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്, രണ്ടാം ലേഖനമാണ്. കാനോനികമായി 4 ലേഖനങ്ങൾ എഴുതിയെന്നൊക്കെ പറയപ്പെടുന്നെങ്കിലും കാനോനികമായി ഈ 2 ലേഖനങ്ങളെ ദൈവത്തിന്റെ പരമാധികാരത്തിൽ ഈ 2 ലേഖനങ്ങളെ ദൈവം ഉൾക്കൊള്ളിച്ചുള്ളൂ. നമുക്കത് ദൈവസഭയ്ക്ക് അതേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ദൈവം അത് ആ 2 ലേഖനങ്ങളെ ഉൾക്കൊള്ളിച്ചത്. AD 56 ഏകദേശം ആ കാലയളവിലാണ് പൗലോസ് ഈ ലേഖനം കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്നത്. ഇതിന്റെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ എഫെസോസിലൊരു കലഹമുണ്ടായി. അങ്ങനെ പൗലോസ് ആ കലഹം ഒഴിവാക്കി ത്രോവാസിലേക്ക് പോവുകയായിരുന്നു. ത്രോവാസിൽ തിമോഥെയോസിനെ കാത്തിരുന്നു വന്നില്ല. അങ്ങനെ പിന്നീട് താൻ മക്കതോന്യക്ക് പോയി. മക്കതോന്യയിൽ വെച്ച് താൻ തീത്തോസിനെ കാണുകയും തീത്തോസിനെ അവിടെ വെച്ച് കണ്ടപ്പോൾ കൊരിന്ത്യ സഭയിലെ പല കാര്യങ്ങളെപ്പറ്റി ഒരു അറിവ് പൗലോസിന് ലഭിച്ചു തീത്തോസിനിൽ നിന്ന് മക്കതോന്യയിൽ വെച്ച്. അങ്ങനെ കൊരിന്ത്യ സഭയിലുണ്ടായ ഒന്നാം ലേഖനം എഴുതിയതിന്റെ തൽഫലമായി, അതിന്റെ പ്രതികരണമായി കൊരിന്ത്യ സഭയിൽ നടന്ന ഒരു മാനസാന്തരത്തെ പറ്റി, എന്നാൽ അതിനോടൊപ്പം തന്നെ ദുരുപദേശകന്മാർ അവിടെ കയറിക്കൂടി ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യവും പൗലോസിന്റെ ശ്രദ്ധയിൽ തീത്തോസ് പെടുത്തി. അങ്ങനെ തീത്തോസ് പെടുത്തിയപ്പോൾ പൗലോസിന് വീണ്ടും കൊരിന്ത്യ സഭയ്ക്ക് ഒരു ലേഖനം എഴുതണം എന്നുണ്ടായ മാനസികാവസ്ഥയിൽ നിന്നാണ് ഫിലിപ്പിയിൽ വെച്ച് പൗലോസ് എഴുതിയ ലേഖനമാണ് 2 കൊരിന്ത്യർ എന്നാണ് പറയപ്പെടുന്നത്. വേദപണ്ഡിതന്മാർ പറയുന്നത് ഫിലിപ്പിയിൽ വെച്ച് 2 കൊരിന്ത്യർ എഴുതപ്പെട്ടു. അത് തീത്തോസിന്റെയും മറ്റൊരു സഹോദരന്റെ കയ്യിലും കൊടുത്തയച്ചു. അങ്ങനെ 2 കൊരിന്ത്യർ കൊരിന്ത്യ സഭയ്ക്ക് ലഭിച്ചു എന്നാണ് നാം ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിന്റെ 1-ാമത്തെ അധ്യായം മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ പൗലോസിന്റെ കഷ്ടതകളെ പറ്റി പൗലോസ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ആസ്യയിൽ നിന്നേറ്റ കഷ്ടതയെ പറ്റി പൗലോസ് പറയുന്നുണ്ട്. ആസ്യയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അപ്പോൾ പൗലോസും നിരാശയിലൂടെ കടന്നുപോയ ചില സമയങ്ങൾ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് നാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതായത് എന്താണ് കഷ്ടപ്പാടെന്ന് യഥാർത്ഥമായി പറയുന്നില്ല, എന്നാലും സുവിശേഷ നിമിത്തം പൗലോസിനും കഷ്ടതയിലൂടെ പോകേണ്ടി വന്നു എന്ന് നാം 1-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ പിന്നീടുള്ള വാക്യങ്ങൾ, ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല, പിന്നീടുള്ള വാക്യങ്ങളൊക്കെയും പൗലോസ് പോയ സഫറിങ്ങിലൂടെ പല വാക്യങ്ങളും പൗലോസ് ഉദ്ധരിക്കുന്നുണ്ട്. പല വാക്യങ്ങളിലും പൗലോസ് ഇത് പറയുന്നുണ്ട്. പൗലോസ് പല കഷ്ടങ്ങളിലൂടെയും ക്രിസ്തു നിമിത്തം സുവിശേഷ നിമിത്തം പോകേണ്ടി വന്നു എന്നുള്ളത്. എങ്കിലും പൗലോസ് ഉയർത്തിപ്പിടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മഹത്വകരമായ സുവിശേഷമാണ്. ഈ ശക്തിയുള്ള മഹത്വകരമായ വിജയകരമായ സുവിശേഷത്തെ പൗലോസ് ഉയർത്തി കാണിക്കുവാൻ ഒട്ടും മടി കാണിച്ചില്ല. അതിന്റെ ഭാഗമായി നമുക്ക് 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. ഈ കഷ്ടതയുടെ ഇടയിലും പ്രതിസന്ധികളുടെ ഇടയിലും നിരാശയുടെ ഇടയിലും ഒക്കെയും പൗലോസിനെ ഉയർത്തിയത് ആ ദൈവത്തിങ്കിൽ ഉള്ള പ്രത്യാശയാണ്. അതാണ് നാം ഇപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ കഷ്ടതയിലും നമ്മുടെ പ്രതിസന്ധിയിലും നമ്മുടെ നിരാശയിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ ഉള്ള പ്രത്യാശയാണ്. ഈ ലോകത്തിൽ നമുക്കൊന്നും ലഭിച്ചെന്ന് വരികയില്ല. ഈ ലോകത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നുകൊള്ളണമെന്നില്ല. എങ്കിലും ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്, ഒരു ഹോപ്പുണ്ട്. ആ പ്രത്യാശയിൽ നാം നിലനിൽക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പലപ്പോഴും നമുക്ക് ലോകത്തിലെ പല കാര്യങ്ങൾ നിമിത്തം ആ പ്രത്യാശയിൽ നിന്ന് നാം മാറാറുണ്ട്. എന്നാൽ നമ്മൾ എപ്പോഴും ഓർക്കണം, ആ പ്രത്യാശയിൽ നാം നിലനിൽക്കണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശ, നിത്യതയെ പറ്റിയുള്ള പ്രത്യാശ. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ഒക്കെയും ഉണ്ട്. കഷ്ടങ്ങളിലൂടെ നാം പോകണം, പ്രതിസന്ധിയിലൂടെ പോകണം, വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്. അതൊക്കെ ദൈവം അനുവദിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നെങ്കിൽ പോലും നമുക്കൊരു പ്രത്യാശയുണ്ട്. ദൈവം ഇതെല്ലാം കാണുന്നു, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു പ്രത്യാശ. ദൈവം തന്നെ കൃപ അധികമായി നമുക്ക് നൽകിത്തരും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. ആ കൃപയിലൂടെ നാം ദൈവത്തെ നിരന്തരമായി സ്തുതിച്ച്, ദൈവത്തെ നിരന്തരം ആരാധിച്ച്, ദൈവത്തോടുള്ള സംസർഗം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി 3-ാം അധ്യായത്തില് പൗലോസ് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷയെ പറ്റി പറയുന്നുണ്ട്. പൗലോസ് വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് 3-ാം അധ്യായത്തില് പഴയ ഉടമ്പടി എന്താണ്, പുതിയ ഉടമ്പടി എന്താണ്, പഴയ നിയമം എന്താണ്, പുതിയ നിയമം എന്താണ്, ന്യായപ്രമാണം എന്താണ്, എന്നാൽ ആത്മാവിലൂടെയുള്ള ശുശ്രൂഷ എന്താണെന്നതിനെ പറ്റി ഒരു കമ്പാരിസൺ, ഒരു കോൺട്രാസ്റ്റ് 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അവിടെ മോശയെ പറ്റിയും മൂടുപടം നീങ്ങുന്ന ന്യായപ്രമാണത്തിലെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച മഹത്വം എന്ന് പറയുന്നത്
അത് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നാം പൊക്കോണ്ടിരിക്കുന്നതിനെ പറ്റി 3-ന്റെ അവസാന വാക്യത്തിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എന്നാൽ മൂടുപടം 3:18 പൗലോസ് പറയുന്നു, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അങ്ങനെ ക്രിസ്തുവിനോട് നാം അനുരൂപമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോ ദിവസവും ക്രിസ്തുവിനോട് അനുരൂപമാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ ജീവിതയാത്രയിൽ, ഈ മരുഭൂ പ്രയാണത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ഓരോ ദിവസവും ക്രിസ്തുവിനോട് അനുരൂപമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസി, ക്രിസ്തുവിലുള്ള ഒരു വിശ്വാസി യേശു ക്രിസ്തുവിനോട് അനുരൂപമായിക്കൊണ്ടിരിക്കുക എന്ന സത്യം നാം മറന്നു പോകരുത്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതവും, നമ്മുടെ വിശ്വാസ ജീവിതവും അങ്ങനെയാണ് നാം കൊണ്ടുപോകേണ്ടത്. വിശുദ്ധിയിൽ ക്രിസ്തുവിനോട് നാം അനുരൂപമായിക്കൊണ്ടിരിക്കുക എന്നുള്ള സത്യം മുറുകെ പിടിച്ചുകൊണ്ട്, ആ സത്യം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതവും അങ്ങനെ ആയിരിക്കണം. നാം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പൊക്കോണ്ടിരിക്കുക. നമുക്ക് അതിനുള്ള പ്രിവിലേജ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുക. ന്യായപ്രമാണത്തിൽ അതില്ലായിരുന്നു. ന്യായപ്രമാണത്തിലെ 613 കൽപ്പനകളും അത് പാലിച്ചാൽ മാത്രമേ അതിന് പൂർണ്ണമായി അത് പാലിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. എന്നാൽ അത് ആർക്കും ചെയ്യാൻ കഴിയത്തുമില്ല. അതാണ് കർത്താവ് ക്രൂശിലേക്ക് കടന്നു വന്ന് കർത്താവ് മുഴുവനായി പാലിച്ച് ന്യായപ്രമാണത്തെ പൂർത്തീകരിച്ചാണ് കർത്താവ് ക്രൂശിന്മേൽ കയറി ദൈവത്തിന്റെ ഹിതപ്രകാരം നമുക്ക് വേണ്ടി മരിച്ചത്. ആ കർത്താവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ പുതിയ ഉടമ്പടിയിൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ ജീവിതത്തിൽ നമ്മെ ഓരോ ദിവസവും പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ മഹത്വത്തിൽ നിന്നുള്ള മഹത്വത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന യാത്രയുടെ ഭാഗമാണ്. അപ്പൊ ആ യാത്രയിൽ നമുക്ക് ക്ലേശങ്ങളും കഷ്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടാം, നിരാശകൾ നേരിടാം. പൗലോസ് പറഞ്ഞ പോലെ അതൊക്കെ നേരിടുമ്പോഴും നമ്മുടെ ലക്ഷ്യം നിത്യതയാണ് എന്ന് നാം മറക്കരുത്. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്, നമ്മുടെ ലക്ഷ്യം ദൈവത്തോടു കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് എന്ന് നാം ഒരിക്കലും മറക്കരുത്. അങ്ങനെ നാം മറക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് പൗലോസ് 4:1 പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെ മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാകുന്നു. പൗലോസിന് നിരുത്സാഹം തോന്നാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദുരുപദേശകന്മാർ നിരന്തരമായി പൗലോസിനെ ബ്ലെയിം ചെയ്യുന്ന ഒരവസ്ഥ കൊരിന്ത്യ സഭയിൽ നിലനിൽക്കുന്ന ഒരു അവസരത്തിലാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ പൗലോസിന് നിരുത്സാഹം തോന്നുവാനും വെറുപ്പ് തോന്നുവാനും ഒക്കെ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. കാരണം പൗലോസ് ഇത്രയും കഷ്ടപ്പാടുകളിലൂടെ പോയിട്ടും, പൗലോസ് ഇത്രയും സഫറിങ്സിലൂടെ, പെയിനിലൂടെ പോയിട്ട് പോലും പൗലോസ് ഒരു സെൽഫിഷ് അപ്പോസ്റ്റലാണ്, ഒരു സ്വാർത്ഥനായ അപ്പോസ്റ്റലനാണ്, സ്വാർത്ഥനായ ഒരു സുവിശേഷകനാണ് എന്ന് വരെ ബ്ലെയിം പൗലോസിന് നേരിടേണ്ടി വന്നു പലരിൽ നിന്നും. ആ ബ്ലെയിമിന്റെ ഇടയിലും ആ പരാതികളുടെ കംപ്ലൈൻസുകളുടെ ഇടയിലും പൗലോസ് എഴുതുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട്. നാം മനസ്സിലാക്കണം, ദൈവത്തിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും കരുണ ലഭിച്ചത് കൊണ്ടാണ് നാം ഓരോ ദിവസവും നിലനിൽക്കുന്നത്, അല്ലെ? വിലാപങ്ങൾ നമ്മൾ കാണുന്ന പോലെ സ്റ്റെഡ്ഫാസ്റ്റ് ലവ് ഓഫ് ദ ലോർഡ് നെവർ സീസസ്, ഹിസ് മെർസീസ് ആർ ന്യൂ എവറി മോർണിംഗ്. തന്റെ കരുണ പുതിയതാണ് ഓരോ ദിവസവും, ഓരോ പകലിലും നമുക്ക് ലഭിക്കുന്ന കരുണ പുതിയതാണ്. ദൈവത്തിൽ നിന്നുള്ള കരുണ ലഭിക്കുന്നത് കൊണ്ടാണ് നാം നിലനിൽക്കുന്നത്. അത് നാം എപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ കഴിവോ നമ്മുടെ സാമർഥ്യമോ നമ്മുടെ കുടുംബ പശ്ചാത്തലമോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ യാതൊരു ശ്രേഷ്ഠതയും ഒരു വിശ്വാസിക്ക് പറയാനില്ല. മറിച്ച് ദൈവത്തിൽ നിന്നുള്ള കരുണ ലഭിച്ചത് കൊണ്ടാണ് നാം ഓരോ ദിവസവും നിലനിൽക്കുന്നത്. അങ്ങനെ പൗലോസ് പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ പൗലോസിന് ലഭിച്ച ദൈവത്തിൽ നിന്നാണ് പുതിയ നിയമത്തിന്റെ ഈ പുതിയ ഉടമ്പടിയ ശുശ്രൂഷ പൗലോസ് പ്രാപിച്ചത്. കരുണപ്രകാരമാണ് പ്രാപിച്ചത്. അതായത് പൗലോസിന്റെ ശ്രേഷ്ഠതയോ പൗലോസിന്റെ യോഗ്യതയോ, പൗലോസിന് പറയാൻ ഒരുപാട് യോഗ്യതകളുണ്ട്, നമുക്കതറിയാം. ലേഖനത്തിൽ പൗലോസ് അത് പറയുന്നുണ്ട്. ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ച ഒരു പൗലോസാണ്, ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച ഒരു പൗലോസാണ്. എന്നാൽ പൗലോസിന്റെ അതൊന്നും കണക്കിടാതെ കൃപയാൽ മാത്രം, കരുണയാൽ മാത്രമാണ് ദൈവം ഈ ശുശ്രൂഷ, ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ പൗലോസിനെ ഏൽപ്പിച്ചത്. അങ്ങനെ കരുണയാൽ ഈ ശുശ്രൂഷ ലഭിച്ച പൗലോസ് പറയുന്നത്, ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഈ കരുണയാൽ, ദൈവത്തിന്റെ കരുണയാൽ ഞങ്ങൾക്ക് ഈ പുതിയ ഉടമ്പടിയുടെ ആത്മാവിന്റെ
പുതുക്കത്തിന്റെ ജീവന്റെ ശുശ്രൂഷ ലഭിച്ചിട്ട്. ഈ ശുശ്രൂഷയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ ഈ 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഈ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ജീവൻ നൽകുന്ന ശുശ്രൂഷയാണ്, രക്ഷ നൽകുന്ന ശുശ്രൂഷയാണ്. അത് നീതി ലഭ്യമാക്കുന്ന, അല്ലെ നീതീകരണം ഉറപ്പാക്കുന്ന ശുശ്രൂഷയാണ്. അല്ലെ, നമ്മൾ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. റോമാലേഖനത്തിൽ നാം നീതീകരണത്തെ പറ്റിയൊക്കെ കാണുന്നുണ്ട്. വിശ്വാസത്താലുള്ള നീതീകരണം 3:21 മുതൽ 26 വരെ. പ്രത്യേകിച്ച് ആ ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം വിശ്വാസത്താലുള്ള നീതീകരണം എന്താണെന്നുള്ളത്. കർത്താവിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് നാം നീതീകരിക്കപ്പെടുന്നത്. നമ്മുടെ കഴിവോ നമ്മുടെ വർക്ക്സോ നമ്മുടെ പ്രവൃത്തികളാലല്ല, മറിച്ച് കർത്താവിലുള്ള വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നത്. അതാണ് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ പറയുന്നത്. അല്ലെ, പുതിയ ഉടമ്പടിയുടെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയിൽ ലഭിക്കുന്ന കാര്യങ്ങളാണ് രക്ഷയും നിത്യജീവനും നീതിയും. കർത്താവിന്റെ നീതി പ്രാപിപ്പാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. നമുക്കൊരു യോഗ്യതയില്ലായിരുന്നപ്പോൾ അയോഗ്യരായിരുന്ന നമ്മെ യോഗ്യരാക്കി തീർത്തത് കർത്താവിന്റെ മഹൽ സ്നേഹമാണ്. ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തത്താലാണ് നമുക്ക് നിത്യജീവൻ ലഭ്യമാകുന്നത്. നാം കർത്താവിന്റെ മരണത്തിലും ഉയർപ്പിലും വിശ്വസിക്കുമ്പോഴാണ്, ആ കർത്താവിന്റെ നിവൃത്തിയായ പ്രവൃത്തിയിൽ വിശ്വസിക്കുമ്പോഴാണ്, ഫിനിഷ്ഡ് വർക്ക് അല്ലെങ്കിൽ നിവൃത്തിയായ കർത്താവിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുമ്പോഴാണ് നാം കർത്താവിന്റെ മക്കളാകുന്നത്. നാം കർത്താവിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മെ കർത്താവ് നീതീകരിക്കുന്നത്. അപ്പോൾ ആ നീതി ലഭ്യമാകുന്നത് ഈ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷയിലാണ്. പഴയ ഉടമ്പടിയിൽ അങ്ങനെയല്ലായിരുന്നു, അല്ലെ, പ്രവൃത്തികളാലായിരുന്നു, അല്ലെങ്കിൽ ആ ന്യായപ്രമാണം പാലിക്കുന്നതിലൂടെയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ, പുതിയ ഉടമ്പടിയിൽ കർത്താവിൽ നാം വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മെ കർത്താവിൽ നീതീകരിക്കുന്നു. അതുപോലെ ദൈവം നമ്മെ രക്ഷിക്കുന്നു. എങ്ങനെയാണ് നമ്മെ രക്ഷിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ നാം വിശ്വസിക്കുമ്പോൾ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, നാം മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നാം കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു. അങ്ങനെ നമുക്ക് രക്ഷ ദൈവം സൗജന്യമായി കൃപയാലാണ് നൽകി തരുന്നത്. എഫെസ്യ ലേഖനം നമുക്കറിയാമല്ലോ, 2:8 പറയുന്നത് കൃപയാൽ ആണ് നാം രക്ഷിക്കപ്പെടുന്നത്. അതും കാരണം നമ്മളല്ല, ദൈവത്തിന്റെ ദാനമാണ്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. അപ്പോൾ ദൈവത്തിന്റെ ദാനമായ ഈ രക്ഷ ലഭിച്ചത് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷയിലാണ്. പിന്നീട് പറയുന്നത് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷയിലാണ് നമുക്ക് നിത്യജീവൻ ലഭ്യമാകുന്നത്. അത് 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അതും വളരെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു വാക്യമാണ്. അക്ഷരം കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ഈ വചനം കൊല്ലുന്നു, ആത്മാവ് ജീവിക്കുന്നു പറഞ്ഞാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചാലാണ് ജീവൻ ലഭിക്കുന്നത് എന്ന് പറയുന്ന പല പ്രാസംഗികരെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അതല്ല അവിടെ അർത്ഥമാക്കുന്നത്. ന്യായപ്രമാണം നമ്മളെ മരണത്തിലേക്ക് നയിക്കുമ്പോൾ നമ്മെ ജീവിപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിലുള്ള പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷയാണ്. അല്ലെങ്കിൽ ഈ പുതിയ ഉടമ്പടിയിലുള്ള ശുശ്രൂഷയാലാണ്, ആത്മാവിലുള്ള ശുശ്രൂഷയിലാണ്, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നമുക്ക് നിത്യജീവൻ ലഭ്യമാകുന്നത്. ന്യായപ്രമാണം നമ്മെ മരണത്തിലേക്കാണ് തള്ളിവിടുന്നത്. കാരണം ന്യായപ്രമാണം ആർക്കും പൂർണ്ണമായി പൂർത്തീകരിക്കുവാനോ പൂർണ്ണമായി അതിനനുസരിപ്പാനോ ഒരു മനുഷ്യനും കഴിയത്തില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അതിനെ പൂർണ്ണമായി പൂർത്തീകരിച്ച് ക്രൂശ് മരണം വഹിച്ച് താൻ ഉയർത്ത്, അങ്ങനെ ആ മരണ പുനരുത്ഥാനത്തിൽ നാം വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ ലഭ്യമാകുന്നത്. അപ്പോൾ അതാണ് ഈ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ എന്ന് പൗലോസ് ഇവിടെ പറയുന്നത്. 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് നിത്യജീവൻ ലഭ്യമാകുന്നു, രക്ഷ ലഭ്യമാകുന്നു, അതുപോലെ നമ്മെ നീതീകരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ. എന്നിട്ട് പൗലോസ് പറയുകയാണ്, കരുണപ്രകാരം ആ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ ലഭിച്ചു. എന്നിട്ട് പൗലോസ് 2-ാം വാക്യത്തിൽ പറയുന്നത്, ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെ മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാകുന്നു. അപ്പോൾ ദൈവത്തിന്റെ കരുണയാലാണ് പൗലോസിന് ഈ ശുശ്രൂഷ ലഭിച്ചത്. അത് നമ്മൾ കണ്ടു. ഇനി 2-ാം വാക്യത്തിൽ പറയുന്നത് ഞങ്ങളുടെ ശുശ്രൂഷ എങ്ങനെയാണ്? പൗലോസ് പറയാണ്, ഞങ്ങളുടെ ശുശ്രൂഷ നിങ്ങൾ കേൾക്കുന്ന ദുരുപദേശകന്മാരെ പോലെ അല്ല. നിങ്ങൾ കേൾക്കുന്ന ഫോൾസ് ടീച്ചേഴ്സ് പറയുന്ന അവർ പറയുന്ന കംപ്ലൈൻസ് അതിനൊത്തവണ്ണമുള്ള ശുശ്രൂഷയല്ല ഞങ്ങളുടെ ശുശ്രൂഷ. പൗലോസ് ഇവിടെ ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പൗലോസ് പറയുന്നത്, ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ. ആ പ്രയോഗങ്ങൾ വളരെ നമ്മൾ സൂക്ഷ്മമായി ഒന്ന് നോക്കണം. ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച്. അപ്പോൾ ഈ വ്യാജ ഉപദേഷ്ടാക്കന്മാർ ലജ്ജാകരമായ രഹസ്യങ്ങളെ അവിടെ പ്രസംഗിക്കുന്നുണ്ട്. അത് നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ പറ്റുന്നുണ്ട്. ഈ കൊരിന്ത്യ സഭയിൽ
ദുരുപദേഷ്ടാക്കന്മാർ, വ്യാജ ഉപദേഷ്ടാക്കന്മാരൊക്കെയും ലജ്ജാകരമായ രഹസ്യങ്ങളെ പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ പൗലോസ് അതല്ല ചെയ്യുന്നത്, അതല്ലെങ്കിൽ തീത്തോസ് അതല്ല ചെയ്യുന്നത്. പൗലോസ് പറയുന്നത് അതൊന്നുമല്ല ഞങ്ങളുടെ പ്രസംഗം, അതൊന്നുമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനം ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിക്കുന്ന വചനമാണ്. അത് ഞങ്ങളുടെ പൂർവ്വ ജീവിതത്തിൽ നടന്നിരുന്ന കാര്യങ്ങളാണ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നടന്നിരുന്ന കാര്യങ്ങളാണ് ആ രഹസ്യങ്ങൾ. അത് പറയാനുള്ള വേദിയല്ല ഈ പ്രസംഗവേദി, അല്ലെങ്കിൽ ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുന്നത്. പിന്നെയോ പൗലോസ് പറയുന്നത് ഉപായം പ്രയോഗിക്കാതെയും. അപ്പോൾ ഉപായം പ്രയോഗിച്ച് പ്രസംഗിക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കന്മാർ കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ലജ്ജാകരമായ വചനങ്ങൾ, രഹസ്യങ്ങളെ ത്യജിച്ചും ഉപായം പ്രയോഗിക്കാതെയും. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഉപായം പ്രയോഗിച്ച് നടക്കുന്ന പലരുമുണ്ട്. ഇന്നത്തെ കാലത്തും ഇത് വളരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പൗലോസ് ഈ 2 കൊരിന്ത്യർ 4:2 പറയുന്നത്. ലജ്ജാകരമായ രഹസ്യങ്ങൾ പറയുന്നവരുണ്ട്, അതുപോലെ ഉപായം പ്രയോഗിക്കുന്നവരുണ്ട്. എന്നാൽ പൗലോസ് പറയുന്നത് ഇതൊന്നും പ്രയോഗിക്കാതെ, ഇതൊക്കെ ത്യജിച്ച് ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ. പൗലോസ് കുറച്ചുകൂടി അതിനെ വിശദമാക്കുന്നുണ്ട്. എവിടാണ്? നമുക്ക് തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനി 2:3-5 വരെ പൗലോസ് അതിനെപ്പറ്റി ഒരു വിശദീകരണം നടത്തുന്നുണ്ട്. 1 തെസ്സലോനി 2:3-5 വരെ. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. നിങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. നിങ്ങൾ അറിയുന്നത് പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല, ദൈവം സാക്ഷി. അപ്പൊ ഇങ്ങനെ വളരെ ബോൾഡായിട്ട്, വളരെ കറേജിയസ് ആയിട്ട് പറയണമെങ്കിൽ പൗലോസ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പൂർണ്ണ സുവിശേഷം വളരെ പ്യൂരിറ്റിയിലൂടെ, നിർമ്മലതയോടെ തന്നെയാണ് സംസാരിച്ചത്. അല്ലെങ്കിൽ പൗലോസിന് ഇത് പറയാൻ പറ്റില്ല. അതാണ് പൗലോസ് പറയുന്നത്, ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെ മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാകുന്നു. നാം ജീവിക്കുന്ന ഇന്നത്തെ കാലഘട്ടം വളരെ അധികം മായം ചേർത്ത വചനം കേൾക്കുന്ന ഒരു കാലഘട്ടമാണ്, അല്ലേ? നമ്മൾ എവിടെ തിരിഞ്ഞാലും ഒരു 95% ഞാൻ കേൾക്കാറില്ല. ഞാൻ വളരെ സെലക്റ്റീവാണ് പ്രസംഗങ്ങൾ കേൾക്കുന്നത്. കാരണം ഇത് കേട്ട് നമ്മൾ വിഷമിക്കുകയല്ല എന്ന് കേട്ട് ഞാൻ ചിലപ്പോൾ എബിയങ്ങളിൽ വോയിസ് നോട്ട് ഇടാറുണ്ട്, ചില ക്ലിപ്പൊക്കെ കേൾക്കുമ്പോൾ. കാരണം നമ്മൾ ഇത് കേട്ട് നമുക്ക് പിന്നെ നമുക്ക് നിരാശ തോന്നി നമ്മൾ വേറൊരു ഇതിലേക്ക് എത്തും. അതുകൊണ്ട് ഞാൻ വളരെ സെലക്റ്റീവായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോകുന്നത്. അതായത് ദൈവവചനത്തിൽ മായം ചേർത്ത്, പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, അൺഅഡൾട്രേറ്റഡ് വേർഡ് ഓഫ് ഗോഡ്, അൺഅഡൾട്രേറ്റഡ് മിൽക്ക്, അല്ലെ? വചനം എന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്നാ പത്രോസ് പറയുന്നത്. അപ്പൊ ആ മായമില്ലാത്ത പാൽ ഇന്ന് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ മായമുള്ള പാലാണ് ലഭ്യമാകുന്നത്. മായമില്ലാത്ത പാല് വളരെ വളരെ ചുരുക്കം, വളരെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് നമ്മൾ കാണുന്നത് ഇന്ന് മായമില്ലാത്ത പാല്. പല പ്രസംഗങ്ങളും മായം കൂടിയതും വചനത്തെ പൗലോസ് പറഞ്ഞ പോലെ കൂട്ടുചേർക്കുന്നതുമായ വചനങ്ങളാണ്. അവിടെ നമ്മൾ വിവേചനവരം നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ നമുക്കതില്ലെങ്കിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മൾ വിവേചിക്കാൻ നമുക്ക് പറ്റണം. എന്താണ് ദൈവവചനം, എന്താണ് നിർമ്മലതയോടുള്ള പൂർണ്ണ സുവിശേഷം, നിർമ്മലമല്ലാത്തത് എന്താണ്? ഇത് നമുക്ക് കമ്പയർ ചെയ്ത് നമുക്കിതിനെ കോൺട്രാസ്റ്റ് ചെയ്യാൻ പറ്റണം. എന്താണ് നിർമ്മലതയുള്ള വചനം, നിർമ്മലത ഇല്ലാത്ത വചനം, അല്ലെങ്കിൽ വചനപ്രകാരമുള്ള സുവിശേഷം പ്രസംഗിക്കാത്തവരാരൊക്കെയാണ്, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നവരാരാണ്, എന്താണ് വചനം എന്നുള്ളത് വിവേചിക്കാൻ നമുക്ക് പറ്റണം. അത് വിവേചിക്കാൻ പറ്റുന്നെങ്കിൽ നാം കൺഫ്യൂസ്ഡ് ആയി പോകും. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാകാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. മറിച്ച് ഈ വചനം നാം പഠിക്കണം, ഈ വചനം നാം ഗ്രഹിക്കണം, നാം ഇത് വായിക്കണം, നാം ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി ബെരോവയിലെ ആളുകളെ പോലെ നാം പരിശോധിക്കണം. ഓരോ ദിവസവും എന്ത് പ്രസംഗം കേട്ടാലും പരിശോധിക്കുന്നവരായി തീരണം നാം. നമുക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ ആയിത്തീരണം? അതിനാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ ബെരോവയക്കാരെ പറ്റിയുള്ള ഒരു പാസേജ് നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മൾ നിരന്തരം പരിശോധിക്കുന്നവരായിത്തീരണം. അപ്പോൾ പൗലോസ് പറയുന്ന ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ പൗലോസിന് പറയാൻ ഉള്ള കറേജ് ഉണ്ട്, അല്ലെങ്കിൽ പൗലോസ് ധൈര്യത്തോടാണ് അത് പറയുന്നത്. കാരണം പൗലോസ് ക്രിസ്തു ഏൽപ്പിച്ച ആ പൂർണ്ണ സുവിശേഷമാണ് പ്രസംഗിച്ചത്. പൗലോസ് പ്രസംഗിച്ചത് ക്രിസ്തുവിന്റെ നിർമ്മല സുവിശേഷമാണ്. നമ്മളത് പല ലേഖനത്തിൽ പൗലോസിനെ തന്നെ കാണുന്നുണ്ട്. എന്നാൽ 2 കൊരിന്ത്യർ 3:14, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി,
പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നില്ല, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. അപ്പോൾ ജുഡായിസേഴ്സ് അല്ലെങ്കിൽ യഹൂദ മതവാദികൾ ഈ കൊരിന്ത്യ സഭയിൽ കയറി കൂടിയിട്ട് വ്യാജ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ ദൈവവചനത്തിൽ മായം ചേർക്കുന്നില്ല, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്നില്ല, ഞങ്ങൾ ദൈവവചനം കർത്താവ് എങ്ങനെയാണോ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതുപോലെ 2 കൊരിന്ത്യർ 2:17 പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല. അപ്പൊ ഇതിന്റെ വേറൊരു എക്സ്പ്ലനേഷൻ അവിടെ പറയുന്നത് 2 കൊരിന്ത്യർ 2:17, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിനെ സംസാരിക്കുന്നു. നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അങ്ങനെ പറയാൻ ഉള്ള ഒരു കറേജ്, അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം പൗലോസിന് ലഭിച്ചത് ദൈവത്തിന്റെ കരുണയാലാണ്, ദൈവത്തിന്റെ കൃപയാലാണ് പൗലോസിന് ആ ധൈര്യം ലഭിച്ചത്. അല്ലെങ്കിൽ പൗലോസിന് അത് പറയാൻ പറ്റില്ല. കാരണം ദൈവം പൗലോസിനെ ഏൽപ്പിച്ചത് ഫുള്ളി സിൻസിയർ ആയിട്ട് പൗലോസ് നിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അതുകൊണ്ടാണ് ധൈര്യത്തോടെ പൗലോസിന് പറയാൻ പറ്റുന്നത്, ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച സുവിശേഷമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഞങ്ങൾ അതിനോട് കൂട്ടിയിട്ടില്ല, ഞങ്ങൾ അതിനോട് കുറച്ചിട്ടില്ല, ഞങ്ങൾ അതിന് കൂട്ടുചേർക്കാതെ ആ സത്യം മാത്രമാണ്, സുവിശേഷ സത്യമാണ് ഞങ്ങൾ വെളിപ്പെടുത്തുന്നത്. ആ സുവിശേഷ സത്യം വെളിപ്പെടുത്തുന്ന പൗലോസ് പിന്നെ പറയുന്നത്, ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാകുന്നു. അങ്ങനെ പൗലോസിന് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം പൗലോസ് പറയുന്നത് സത്യമാണ്, പൗലോസ് ഈ സുവിശേഷ സത്യമാണ് പ്രസംഗിച്ചത്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ 1:1 അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്, അല്ലെ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പൗലോസ് പ്രസംഗിച്ചത്. എന്നാൽ ഇന്ന് അത് വളരെ ദുർലഭമാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് വളരെ 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 ലിമിറ്റഡ് ആയിട്ട് ഞാൻ കേൾക്കാറുള്ളൂ. കാരണം കൂടുതലും ഇന്ന് വിടുതലും മറ്റ് കാര്യങ്ങളിലാണ് ശ്രദ്ധ പോകുന്നത്. സുവിശേഷ സത്യം കേൾക്കുവാൻ ഇന്ന് പലർക്കും താല്പര്യമില്ല, പലർക്കും അത് പ്രസംഗിക്കാൻ താല്പര്യമില്ല. എന്നാൽ പൗലോസ് കൃത്യതയോടെ പറയുന്നുണ്ട്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്നാൽ പൗലോസിന്റെ പ്രസംഗത്തിൽ വിടുതലും ഒക്കെ നടന്നു, അതൊന്നും ഇല്ലെന്നല്ല. പക്ഷേ പൗലോസിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആയിരുന്നു. അതായിരിക്കണം നമ്മുടെ ഫോക്കസ്. ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പൗലോസ് പ്രസംഗിച്ചത്. അതാണ് നാമും മാതൃകയാക്കേണ്ടത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വെളിച്ചം എന്ന് പറയുന്നത് ആ സുവിശേഷ സത്യത്തെ പ്രസംഗിക്കാനാണ്. മറ്റു പലതും അതൊക്കെ ഈ ലോകത്തിലെ കാര്യങ്ങൾ ദൈവം തരും തരാതിരിക്കാം, അതായിരിക്കരുത് നമ്മുടെ ഫോക്കസ്. മറിച്ച് നമ്മുടെ ഫോക്കസ് ഈ സുവിശേഷ സത്യത്തിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമുക്ക് എങ്ങനെ പ്രസംഗിക്കാം, അല്ലെ? ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നാം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് പൗലോസ് പറയുന്നത്. ഇവിടെ ഈ 2-ാം വാക്യത്തിൽ തന്നെ ഇംഗ്ലീഷിൽ ടാമ്പർ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈല്യൂട്ട് ചെയ്യുന്ന ഒരു വാക്കാണ് കാണുന്നത്. ഈ വീഞ്ഞിന് ഇപ്പൊ പഴയ നിയമ യഹൂദരായ ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. പൗലോസ് എഴുതുമ്പോൾ ടാമ്പർ എന്ന് പറഞ്ഞാൽ ഈ വീഞ്ഞിൽ കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് അതിനെ ഡൈല്യൂട്ട് ആക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മൂലഭാഷയിലെ പദമായിരുന്നു ടാമ്പറിന് തത്തുല്യമായ ഗ്രീക്ക് പദം. അപ്പൊ അതാണ് ഈ പൗലോസ് ഈ 2-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് വചനത്തിലേക്ക് എത്രയും മായം ചേർക്കാമോ അത്രയും മായം ചേർത്താണ് കൊരിന്ത്യ സഭയിൽ ഈ വ്യാജ ഉപദേഷ്ടാക്കന്മാർ ഈ സുവിശേഷത്തെ അവർ അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ അവർ പ്രസംഗിച്ചത്. അത് തന്നെയാണ് ഇന്ന് നടക്കുന്നത്, അല്ലേ? പലപ്പോഴും ഈ വചനത്തിൽ എത്രയും മായം ചേർക്കാമോ അത്രയും മായം ചേർത്ത് ആൾക്കാരെ പ്രസാദിപ്പിച്ച് അവർക്ക് 2 തിമോത്തി 4:3 പറയുന്നത് പോലെ അവരുടെ ചെവിക്ക് ഇമ്പമായതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ആകരുത് ദൈവസഭ, അങ്ങനെ ആകരുത് പ്രാസംഗികർ, അങ്ങനെ ആകരുത് ദൈവസഭ. മറിച്ച് ക്രിസ്തുവിന്റെ നിർമ്മല സുവിശേഷമാകണം പ്രസംഗിക്കുന്നത്. ആ നിർമ്മല സുവിശേഷമായിരിക്കണം നാം ഏറ്റെടുക്കുന്നത്. അല്ലാത്തത് നാം ഏറ്റെടുക്കരുത്, അല്ലാത്തത് നമ്മൾ കളയണം, അല്ലാത്തത് നമ്മൾ റിജക്റ്റ് ചെയ്യണം. പലപ്പോഴും ഇന്ന് സംഭവിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിൽ ജോയെ വിളിച്ചപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഇന്നത്തെ നമ്മുടെ ജനം, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ക്രൗഡ് എന്ന് പറയുന്നത് അതും ശരി ഇതും ശരി എന്ന് പറയുന്ന ഒരു ക്രൗഡാണ്, അല്ലേ? അതായത് നിർമ്മല സുവിശേഷം പറഞ്ഞാലും അവർ കൈകൊട്ടും, മറ്റ് സമൃദ്ധിയും അല്ലെങ്കിൽ മറ്റ് ലോകത്തിലെ കാര്യങ്ങൾ പ്രസംഗിക്കുന്ന അവർ അതിനും കൈകൊട്ടും. അതായത് ഇന്നത്തെ പ്രധാന പ്രോബ്ലം അതാണ്. 95% ജനങ്ങളും അതാണ് പ്രശ്നം.
അവർക്ക് അതും ശരിയാണ്, ഇതും ശരിയാണ്. അതിനും ആമീൻ പറയും, ഇതിനും ആമീൻ പറയും. അതിനും കൈകൊട്ടും, ഇതിനും കൈകൊട്ടും. അതിനും കൈ ഉയർത്തി ഹല്ലേലൂയ പറയും, ഇതിനും ഹല്ലേലൂയ പറയും. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ. ഞാനതാണ് കാണുന്നത്. കാരണം സോഷ്യൽ മീഡിയ ആയാലും മറ്റ് മീഡിയയിലാണെങ്കിലും ഈ കൂട്ടർ തന്നെ അവിടെ ഇവിടെ നിൽക്കുന്ന രണ്ട് ബോട്ടിലൂടെ കാല് വെച്ച് നടക്കുന്ന ടൈപ്പിലാണ് ഇവർ പൊക്കോണ്ടിരിക്കുന്നത്. അത് വളരെ അപകടം നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്ന ദൈവസഭയിൽ. അങ്ങനെ ആകരുത് നാം. അതാണ് പൗലോസ് പ്രബോധിപ്പിക്കുന്നത്, ദൈവജനത്തിൽ കൂട്ടുചേർക്കാതെ സത്യം വെളിപ്പെടുത്തുന്നത്. അങ്ങനെ പൗലോസിന് പറയാൻ പറ്റുന്നത് പൗലോസ് നിർമ്മലമായ ക്രിസ്തുവിന്റെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ടാണ്. അപ്പോൾ നമ്മളും അത് കേൾക്കുമ്പോൾ, നമ്മൾ ഏത് പ്രസംഗം കേൾക്കുകയാണെങ്കിലും നാം ശോധന ചെയ്യണം. ബെരോവക്കാരെ പോലെ വചനപ്രകാരമുള്ള സുവിശേഷമാണോ ഇത്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുന്നുണ്ടോ? ക്രിസ്തുവിനെ ഉയർത്താത്ത ഒരു സുവിശേഷവും സുവിശേഷമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും പല സുവിശേഷ പ്രസംഗങ്ങളും ക്രിസ്തുവില്ല, സുവിശേഷം എന്ന് പറയാൻ പോലും പറ്റില്ല. സുവിശേഷം എന്ന് പറയുന്നത് സുവാർത്ത എന്നാണല്ലോ. എന്നാൽ ഗുഡ് ന്യൂസ് അല്ലാത്ത വേൾഡ്ലി ന്യൂസ് പകരുന്ന പ്രസംഗങ്ങളാണ് പലപ്പോഴും. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നത് ഗുഡ് ന്യൂസ് ആണ്, സുവാർത്തയാണ്. ക്രിസ്തുവിനെ നമുക്ക് തരുന്നതാണ് സുവിശേഷം, അല്ലേ? ക്രിസ്തു ആ സുവിശേഷത്തില്ലെങ്കിൽ പിന്നെ അതൊരു സുവിശേഷമല്ല, അതൊരു വെറും വിശേഷമായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നാം മനസ്സിലാക്കണം. സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ഉയർത്തുന്നതായിരിക്കണം. ക്രിസ്തുവിനെ ഉയർത്തുന്നതല്ലെങ്കിൽ അതൊരിക്കലും സുവിശേഷമാകുന്നില്ല. ഞാൻ മുന്നോട്ട് പോകട്ടെ. 3-ാം വാക്യം, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. വളരെ പരിചിതമായ ഒരു വാക്യമാണ്. പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും അർത്ഥമാക്കുന്നത്. സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് ആർക്കാണ് മറഞ്ഞിരിക്കുന്നത്? നശിച്ചു പോകുന്നവർക്കാണ് മറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അവർ അതിൽ വിശ്വസിക്കുന്നില്ല. അവരുടെ മനസ്സ് കുരുടാണ്, അവരുടെ ഹൃദയം കുരുടാണ്. അവര് അവിശ്വാസത്തിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് ഈ സുവിശേഷം വേണ്ട. അവർക്ക് അന്ധകാരത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. അപ്പൊ അങ്ങനെ നശിച്ചു പോകുന്ന ഒരു ജനത്തിന് എപ്പോഴും ഈ സുവിശേഷം മറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. അവിടെ ആ മൂടുപടം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ മൂടുപടം മാറ്റാൻ അവർക്ക് താല്പര്യമില്ല. കാരണം എന്താണ്? അവർക്ക് അവിശ്വാസത്തിൽ മുന്നോട്ട് പോകാനാണ് താല്പര്യം. എന്നാൽ നാം അങ്ങനെ ആയിരിക്കരുത്. നാം അങ്ങനെ ആയിരിക്കും ഞാൻ പറയാൻ കാരണം, പ്രത്യേകിച്ച് നമ്മുടെ സർക്കിൾ അല്ലെങ്കിൽ പെന്തിക്കോസ്ത് സർക്കിൾ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുവാൻ മാത്രം ഉതകുന്ന സുവിശേഷമായിട്ടാണ് നാം സുവിശേഷത്തെ കാണുന്നത്. എന്നാൽ സുവിശേഷം ഞാൻ ഒരു ബുക്ക് വായിച്ചു, ജെറി ബ്രിഡ്ജസ് എന്ന് പറയുന്ന ഒരു കർത്തൃദാസിന്റെ ഒരു ബുക്ക് വായിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, പ്രീച്ച് ദ ഗോസ്പൽ ടു യുവർ സെൽഫ് എവറി ഡേ. സുവിശേഷൻ പുള്ളി പാസ്റ്റർ അല്ല, പുള്ളി ഒരു വേദപണ്ഡിതനാണ്. പുള്ളി പറഞ്ഞത്, പ്രീച്ച് ദ ഗോസ്പൽ ടു യുവർ സെൽഫ് എവറി ഡേ. സുവിശേഷം നിങ്ങളോട് തന്നെ എല്ലാ ദിവസവും പ്രസംഗിക്കുക. സുവിശേഷം രക്ഷിക്കപ്പെടുമ്പോൾ മാത്രം ആവശ്യമുള്ളൊരു കാര്യമല്ല, നമുക്ക് എല്ലാ ദിവസവും ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. എന്നാൽ നാം അതിനെ ധരിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നാം അതിനെ വെച്ചിരിക്കുന്നത് ഒരു ഓൾട്ടർ കോളിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സുവിശേഷ പ്രസംഗ വേദിയിൽ മാത്രം പ്രസംഗിക്കേണ്ട ഒരു കാര്യമാണ് സുവിശേഷം. പിന്നീട് ഒരാള് കർത്താവിനെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ വിശ്വസിച്ച് അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സുവിശേഷം ആവശ്യമില്ല. പിന്നെ അവന് ഈ ലോകത്തിലെ വിടുതലും കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മതി. അതിൽ അവനെ ഇങ്ങനെ ഉറപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ദൗത്യമാണ് പലരും ചെയ്തു വരുന്നത്. എന്നാൽ പൗലോസ് പറയുന്നതല്ല. പൗലോസിന്റെ ലേഖനങ്ങൾ നമ്മൾ വായിച്ചാൽ പ്രത്യേകം നമുക്ക് മനസ്സിലാവും, പൗലോസ് എവിടെയും സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് എഫേസ്യ സഭയോടായാലും കൊലോസ്യ സഭയോടായാലും തെസലോനിക്ക സഭയോടായാലും കൊരിന്തിലെ സഭയോടായാലും ഗലാത്യ സഭയോടായാലും പൗലോസിന് ഇതേ പറയാനുള്ളൂ. പൗലോസിന് ഈ സുവിശേഷ സത്യമല്ലാതെ വേറൊന്നും പറയാനില്ല. ഈ സുവിശേഷത്തിനെ എക്സ്പ്ലെയിൻ ചെയ്താണ് പല ലേഖനങ്ങളും പൗലോസ് പറയുന്നത്. പൗലോസിന്റെ വിഷൻ അതായിരുന്നു, പൗലോസിന്റെ തീം അതായിരുന്നു, പൗലോസിന് ദൈവത്തിൽ നിന്ന് ലഭിച്ച ജോലിയും അതായിരുന്നു, അല്ലെങ്കിൽ പൗലോസിന് ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ ശുശ്രൂഷ അതായിരുന്നു. എന്താണ്? ഈ സുവിശേഷം മാറ്റമില്ലാതെ നിർമ്മലതയോടെ പറയുക എന്നുള്ളത്. അതാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നു. കാരണം പൗലോസിന്റെ മേലൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. എന്താണ്? പൗലോസിന്റെ സുവിശേഷം പലർക്കും മറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ഈ വ്യാജ ഉപദേഷ്ടാക്കന്മാരല്ല, വ്യാജ ഉപദേശികൾ പറഞ്ഞു നടന്നത് പൗലോസിന്റെ സുവിശേഷം ആർക്കും മനസ്സിലാവുന്നില്ല. പൗലോസിന്റെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു. അത് രക്ഷിക്കുന്ന സുവിശേഷമല്ല. പൗലോസ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സുവിശേഷം പറയുന്നത്. അത് പറയാൻ വേറൊരു കാരണമുണ്ട്. 1 കൊരിന്ത്യർ ലേഖനത്തില് അതിന്റെ 16-ാം അധ്യായത്തിലാണ് തോന്നുന്നു ധനശേഖരത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വ്യാജ ഉപദേശകന്മാർ പറഞ്ഞുകൊണ്ട് നടന്നത്
കൊരിന്ത്യ സഭയിൽ വ്യാജമായി ധരിപ്പിച്ചത് പൗലോസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ധനശേഖരം, അല്ലാതെ മക്കതോന്യ അതിനു വേണ്ടി അല്ല എന്ന് വരെ പറഞ്ഞിരുന്ന, അങ്ങനെ പൗലോസിനെ വളരെ വളരെ ബുദ്ധിമുട്ടിച്ച, പൗലോസിന് വേദന കൊണ്ടുവന്ന വ്യാജ ഉപദേഷ്ടാക്കന്മാർ ഈ കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്നു. ആ വേദനയോടുകൂടെ, ആ നിരാശയോട്, ആ പൗലോസ് വേദനയോടുകൂടാണ് പറയുന്നത്, ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് ഇത്രയും മറഞ്ഞിരിക്കുന്നു. എന്നിട്ടാണ് പൗലോസ് ഈ സുവിശേഷത്തിന്റെ ആ മഹത്വത്തെക്കുറിച്ച് പറയുന്നത്. 4-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. എന്ന് വെച്ചാൽ പിശാച് ഈ ലോകത്തിൽ അവന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. എന്താണ് അവൻ ചെയ്യുന്നത്? 4-ാം വാക്യത്തിൽ പറയുന്നത്, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അതിന്റെ ഇംഗ്ലീഷിൽ പറയുന്നത്, ദ ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ബ്ലൈൻഡഡ് ദ മൈൻഡ്സ് ഓഫ് ദ അൺബിലീവിംഗ്, ഹാസ് ബ്ലൈൻഡഡ് ദ മൈൻഡ്സ്, കുരുടാക്കി. പിന്നെ അവർക്ക് കാഴ്ചശക്തി ഇല്ല. ഈ സുവിശേഷ സത്യത്തിന് ടുവേർഡ്സ് ദാറ്റ് സുവിശേഷ സത്യത്തിന് മേൽ അവർക്ക് കാഴ്ചശക്തി ഇല്ല. കാരണം എന്താ? ഈ ഗോഡ് ഓഫ് ദിസ് വേൾഡ്, അതായത് അല്ലെ പ്രിൻസ് ഓഫ് ദിസ് എയർ, പൗലോസ് പല ആലങ്കാരിക പ്രയോഗങ്ങൾ സാത്താന് കൊടുത്തിട്ടുണ്ട് തന്റെ ലേഖനങ്ങളിൽ. അതുപോലൊരു ആലങ്കാരിക പ്രയോഗമാണ് ദ ഗോഡ് ഓഫ് ദിസ് വേൾഡ്, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ദൈവം. ഈ ലോകത്തിന്റെ ദൈവം എന്താണ് ചെയ്തത്? ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി. എന്തുകൊണ്ടാണ് കുരുടാക്കിയേ? ഈ സുവിശേഷ സത്യം കാണാതിരിക്കുവാൻ, അല്ലേ? അതാണ് പൗലോസ് പറയുന്നത്. ദൈവപ്രതിമയായ, അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അലങ്കാരമാണ് കൊടുത്തിരിക്കുന്നത് ഈ സുവിശേഷത്തിന് വേണ്ടി. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ. അപ്പൊ ആ പ്രകാശനം ശോഭിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അവർ വിശ്വാസികളായി തീരും. ആ പ്രകാശനം അവരുടെ ഹൃദയത്തിൽ ശോഭിച്ചാൽ പിന്നീട് സാത്താൻ അവരെ കിട്ടത്തില്ല. അപ്പോൾ എന്താ സാത്താൻ ചെയ്യുന്നത്? അവരുടെ മനസ്സിനെ കുരുടാക്കി. അവരുടെ അവിശ്വാസികളുടെ മനസ്സ്, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെന്ന് പറയുന്നത്. കാരണം അവർക്ക് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ് ടു ദം. എന്തുകൊണ്ടാണ് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അവർക്കത് മനസ്സിലാവാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ലാത്തത്? കാരണം അവരുടെ കണ്ണിപ്പോഴും കൂരിരുട്ടിലാണ്, അവരുടെ കണ്ണിപ്പോഴും അന്ധകാരത്തിലാണ്. അവർക്ക് കാണുവാൻ കഴിയുകയില്ല. കാണുവാൻ കഴിയാത്തതിന്റെ കാരണം അവരല്ല, ഈ ലോകത്തിന്റെ ദൈവം അവരെ കുരുടാക്കി, അവരുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുക. അങ്ങനെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ സുവിശേഷത്തിന്റെ മഹത്വവും, ഈ സുവിശേഷത്തിന്റെ വിജയവും, ഈ സുവിശേഷത്തിന്റെ വാല്യൂം, അതിന്റെ വിലയും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്ന അവർക്ക. കാരണം എന്താ? കാരണം അവർക്ക് അത് ഭോഷത്വമാണ്. അവരുടെ മനസ്സിനെ പിശാച് കുരുടാക്കി വെച്ചിരിക്കുക. അവർ നശിച്ചു പോകാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത്. അവർക്ക് ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ ഇമ്പമായതൊക്കെയും ഈ ലോകത്തിൽ കിട്ടുന്നതൊക്കെയും എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി അവരതിൽ സാറ്റിസ്ഫൈഡ് ആണ്, അവരതിൽ തൃപ്തരാണ് ഈ ലോകത്തിലെ കാര്യങ്ങളിൽ. എന്നാൽ നമ്മെക്കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? കണ്ണ് തുറന്ന്, നമ്മുടെ അകക്കണ്ണ് തുറന്ന്, ഈ സുവിശേഷത്തിന്മേൽ നമ്മുടെ അകക്കണ്ണ് തുറന്ന് ഈ സുവിശേഷത്തിൽ വിശ്വസിച്ച്, ആ വിശ്വസിച്ച സുവിശേഷം നമ്മളിൽ പ്രവർത്തിക്കുവാൻ സുവിശേഷം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് നാം പ്രവർത്തിക്കണം, അല്ലെ? രക്ഷ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് നമ്മളെ ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ടല്ലോ, വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രെംബ്ലിംഗ്, അല്ലെ? ഭയത്തോടും വിറയലോടും കൂടെ ആയിരിക്കണം. പിന്നെ ദൈവമാണ് ഇച്ഛിക്കുന്നത്, ദൈവമാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. പിന്നെ ദൈവം പ്രവർത്തിക്കുന്നത് പോലെ ദൈവം നമ്മെ ഉപയോഗിക്കും. നാം അതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യമാണ് നമുക്കുള്ളത്. നമുക്ക് ഉത്തരവാദിത്വം ഉള്ളത് നാം നമ്മെ തന്നെ കർത്തൃസന്നിധിയിൽ സബ്മിറ്റ് ചെയ്യുക, സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുക. സുവിശേഷത്തിന് പിന്നീട് പ്രവർത്തിക്കുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിക്കുവാൻ, ദൈവത്തോടുള്ള സംസർഗം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുന്ന ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയപ്പോൾ പിശാച് അല്ലെങ്കിൽ സാത്താൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. എന്തുകൊണ്ടാണ്? ഈ സുവിശേഷത്തിൽ വിശ്വസിക്കാതിരിക്കുവാൻ. അത് മാത്രമാണ് കാരണം. കാരണം സുവിശേഷത്തിൽ അവർ വിശ്വസിച്ചാൽ അവർ ക്രിസ്തുവിന്റെ ഭാഗമായി തീരും, അവർ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടും. അത് പിശാചിന് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാക്സിമം എത്രയും ആളുകളെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് അവന്റെ ആഗ്രഹം. അതിനാണ് അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുന്നത് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയതിന്റെ കാരണം ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാനാണ്. അപ്പോൾ
നമുക്ക് ലഭിച്ച ഈ പ്രിവിലേജിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ എത്ര ദൈവത്തെ സ്തുതിക്കണം, അല്ലേ? നമ്മൾ എത്ര സ്തുതിച്ചാൽ മതിയാവും, എത്ര ആരാധന ദൈവത്തിന് കരയേറ്റിയാൽ മതിയാവും. നമുക്കൊരു യോഗ്യതയും ഇല്ലായിരുന്നപ്പോൾ, അല്ലേ? എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ ദൈവത്തിന്റെ കരുണപ്രകാരം ക്രിസ്തുവിലൂടെ ഉയർപ്പിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന ഒരു കൂട്ടമായിരുന്നു നാം, അല്ലെ? നരകത്തിലൂടെ പൊക്കോണ്ടിരുന്ന ഒരു കൂട്ടമായിരുന്നു നാം, അന്ധകാരത്തിലായിരുന്ന ഒരു കൂട്ടമായിരുന്നു നാം അവിശ്വാസികളുടെ ഗണത്തിൽപ്പെട്ടവരായിരുന്നു. എന്നാൽ ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു. തന്റെ കരുണപ്രകാരം ക്രിസ്തുവിനെ നമ്മുടെ മേൽ ലോകത്തിലേക്ക് അയച്ച് ക്രിസ്തുവിലൂടെ നമ്മെ ദൈവം നീതീകരിച്ചു. അങ്ങനെ പ്രിവിലേജ് കിട്ടിയ ഒരു കൂട്ടമാണ് നാം ഓരോരുത്തരും. അങ്ങനെ ആ ദൈവസഭയുടെ ഭാഗമാകുവാൻ നമുക്ക് ദൈവം ഭാഗ്യം സിദ്ധിച്ചു. ദൈവം നമുക്ക് ഭാഗ്യം തന്നു. അപ്പോൾ എത്ര ദൈവത്തെ സ്തുതിച്ചാൽ മതിയാകും. അങ്ങനെ ഈ പ്രകാശം, ഈ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം നമ്മിൽ ദൈവം ശോഭിപ്പിച്ചു. എന്നിട്ട് പൗലോസ് പറയുന്നത്, ഞങ്ങളെ തന്നെയല്ല ക്രിസ്തു യേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പണ്ടാരാണ്ട് പറഞ്ഞ പോലെ എളിയ കർത്താവിന്റെ വിലയേറിയ ദാസൻ എന്ന് ഒരാൾ പ്രസംഗിച്ചതിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. തമാശയായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്ന് പലരും, അല്ലേ? എളിയ കർത്താവിന്റെ വിലയേറിയ ദാസൻ എന്നുള്ള രീതിയാണ് പലരുടെയും പ്രസംഗം, പലരുടെയും സ്റ്റേജിൽ നിൽപ്പും. പലര് കയറി വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും കർത്താവ് വളരെ എളിയവനും ഈ കർത്തൃദാസൻ വിലയേറിയവനുമാണെന്ന്. അങ്ങനെ ആയിരിക്കരുത്. പൗലോസ് എന്താ പറയുന്നത്? ഞങ്ങളെ തന്നെ അല്ല, പൗലോസിനെ അല്ല പ്രസംഗിച്ചത്. പിന്നെന്താ പൗലോസ് പ്രസംഗിച്ചത്? ക്രിസ്തുവേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ കർത്താവിന്റെ ദാസനാണ്. ഐ എം എ ബോൺ സ്ലേവ് ഓഫ് ക്രൈസ്റ്റ്. അതിന്റെ ഇംഗ്ലീഷ് തർജ്ജമ അതാണ് പറയുന്നത്, ബോൺ സെർവൻസ് ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ബോൺ സ്ലേവ്സ് ഓഫ് ക്രൈസ്റ്റ്. പൗലോസിന് അങ്ങനെ വിളിക്കാനാണ് തന്നെ അങ്ങനെ വിളിക്കാനാണ് താല്പര്യം. അല്ലാതെ ക്രിസ്തുവിന്റെ ഒരു വലിയ അപ്പോസ്തലിൽ നിന്നോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, അങ്ങനെ അപ്പോസ്തലിൽ നിന്ന് വിളിക്കുന്ന വേറെ ഭാഗങ്ങളുണ്ട്. എന്നാൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഈ ഒരു പശ്ചാത്തലത്തിൽ പൗലോസ് പറയുന്നത്, വി ആർ ദ ബോൺ സ്ലേവ്സ് ഓഫ് ക്രൈസ്റ്റ്. ഞങ്ങൾ കർത്താവിന്റെ ദാസന്മാരാണ്. എന്നാൽ വിലയേറിയത് കർത്താവാണ്. വിലയേറിയ ഒരാളെന്ന് പറയുന്നത് ദൈവമാണ്, കർത്താവാണ്. ഞങ്ങളെ തന്നെയല്ല. ഞങ്ങളുടെ മഹത്വമോ ഞങ്ങളുടെ വിദ്യാഭ്യാസമോ ഞങ്ങളുടെ ശ്രേഷ്ഠതയോ ഞങ്ങളുടെ യോഗ്യതയോ അല്ല പ്രസംഗിക്കുന്നത്. പിന്നെ ഞങ്ങൾ ആരെയാണ് പ്രസംഗിക്കുന്നത്? ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. കൊരിന്ത്യസഭയോടാണ് പൗലോസ് ഈ പറയുന്നത്. ഈ കഷ്ടങ്ങളുടെയും നിരാശയുടെയും പ്രതിസന്ധികളുടെയും വേദനകളുടെ ഇടയിലും പൗലോസ് വളരെ കൃത്യമായിട്ട് ധൈര്യത്തോടെ പറയുകയാണ്, ഞങ്ങളെ തന്നെയല്ല, പിന്നെയോ ഞങ്ങൾ ക്രിസ്തു യേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും എത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എന്നാൽ ഇങ്ങനെ അല്ലാതെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വ്യാജ ദുരുപദേശകന്മാർ കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്നു. അവരെ തന്നെ ഉയർത്തിയാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് വളരെ അധികം സീക്രട്ട് അജണ്ടകളോടുകൂടെ കൊരിന്ത്യ സഭയിൽ അവർ വ്യാജ ഉപദേശങ്ങൾ പടച്ചു വിടുന്നതിന്റെ ഇടയിലാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വിശ്വാസികൾക്കാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. എന്തിനാണ്? അവരെ ഉറപ്പിക്കാനാണ്. എന്താണ് പൗലോസ് പറയുന്നത്? അവരെ ഉറപ്പിക്കാൻ. ഞങ്ങളെ തന്നെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പ്രസംഗിക്കുവാണെങ്കിൽ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. ഞങ്ങളുടെ മഹത്വത്തെയോ ഞങ്ങളുടെ ശ്രേഷ്ഠതയോ അല്ല, മറിച്ച് വിലയേറിയ കർത്താവിനെയാണ് പ്രസംഗിക്കേണ്ടത്. കർത്താവാണ് രക്തം കൊടുത്ത് നമ്മെ വിലക്കി വാങ്ങിയത്. കർത്താവാണ് തന്റെ സ്വന്തം ജീവനെ കൊടുത്ത് നമ്മെ വിലക്കി വാങ്ങിയത്. അങ്ങനെയുള്ള കർത്താവിനെയാണ് നാം പ്രസംഗിക്കേണ്ടത്. ക്രൂശിക്കപ്പെട്ട കർത്താവിനെയാണ് പ്രസംഗിക്കേണ്ടത്. അവന്റെ മരണ പുനരുത്ഥാനത്തെയാണ് പ്രസംഗിക്കേണ്ടത്. അവനിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യജീവനെയാണ് പ്രസംഗിക്കേണ്ടത്. അവനിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയാണ് പ്രസംഗിക്കേണ്ടത്. അവനിലൂടെ നമുക്ക് ലഭിക്കുന്ന നീതീകരണത്തെയും വിശുദ്ധീകരണത്തെയും പറ്റിയാണ് നാം പ്രസംഗിക്കേണ്ടത്. അവനിലൂടെ നമുക്ക് ഫൈനലി ലഭിക്കുന്ന തേജസ്കരണത്തെ പറ്റിയാണ് നാം പ്രസംഗിക്കേണ്ടത്. അതായിരുന്നു പൗലോസിന്റെ കൺവിക്ഷൻ. എന്നാൽ ഈ വ്യാജ ദുരുപദേശകന്മാർ കൊരിന്ത്യ സഭയിൽ കടന്നു വന്ന് അവരെ തന്നെ പ്രകീർത്തിക്കുകയും അവരുടെ ശ്രേഷ്ഠത പ്രസംഗിക്കുകയും 2-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതുപോലെ ലജ്ജാകരമായ രഹസ്യങ്ങളെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സർക്കംസ്റ്റാൻസിൽ, ഒരു സാഹചര്യത്തിലാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളെ തന്നെയല്ല, മറിച്ച് ഞങ്ങൾ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. എന്നിട്ടാണ് 6-ാം വാക്യത്തിൽ പറയുന്നത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സാത്താൻ സൃഷ്ടിച്ച ഒരു ലോക വ്യവസ്ഥയിലൂടെ
അവൻ മനുഷ്യരെ ദൈവസത്യത്തിലേക്ക് അന്ധരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്നും ജീവിക്കുന്നത്. അന്ന് മാത്രമല്ല, ഇന്നും ക്രൂശിലെ സത്യത്തിലേക്ക് നമ്മെ അന്ധരാക്കുന്ന ഒരു ലോക വ്യവസ്ഥയിലൂടെയാണ് സാത്താൻ ഈ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കൃത്രിമ തന്ത്രങ്ങളും ഈ രീതികളും ഒന്നും ഉപയോഗിക്കാതെയാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ അതൊന്നും ഉപയോഗിച്ചില്ല. ഈ വ്യാജ ദുരുപദേശക്കന്മാർ ഉപയോഗിക്കുന്ന കൃത്രിമ തന്ത്രങ്ങളോ രീതികളോ ഒന്നും ഉപയോഗിച്ചല്ല ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിച്ചത്, മറിച്ച് ക്രൂശിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് അതിലാണ് ഞങ്ങൾ പ്രശംസിക്കുന്നത്. ഞങ്ങളുടെ പ്രശംസ ഞങ്ങളിലല്ല, മറിച്ച് ഞങ്ങളുടെ പ്രശംസ വി ബോസ്റ്റ് ഇൻ ദ ലോർഡ്. 1 കൊരിന്ത്യർ 1 അധ്യായം അതിന്റെ 30-31 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, വി ബോസ്റ്റ് ഇൻ ദ ലോർഡ്. ഞങ്ങൾ ക്രൂശിലാണ്, ഞങ്ങൾ ക്രിസ്തുവിലാണ് പ്രശംസിക്കുന്നത്. എന്നാൽ ഈ ജുഡായിസേഴ്സ്, ഈ യഹൂദ മതവാദികൾ എന്താണ് ചെയ്യുന്നത്? അവരുടെ നേട്ടങ്ങളിൽ അഭിമാനിച്ച്, അവരുടെ ശ്രേഷ്ഠതയിൽ അഭിമാനിച്ച്, അവരുടെ ശ്രേഷ്ഠതയെ പൊക്കിപ്പറഞ്ഞ് അവരെക്കുറിച്ചാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് പൗലോസ് ഈ വാക്യങ്ങൾ എഴുതുന്നത്. എന്നിട്ടാണ് പൗലോസ് പറയുന്നത്, വെളിച്ചം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. സുവിശേഷത്തെ പറ്റിയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഈ 4:4 4:6 നമ്മൾ ഒന്ന് ഒത്തു വായിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. 4:4 ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം, അങ്ങനെയാണ് സുവിശേഷത്തെ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാൽ 4:6 എന്താ പറയുന്നത്? യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം. അല്ലെ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പൗലോസ് ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. മൂലഭാഷയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പൗലോസ് ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം, ആ പരിജ്ഞാനമാണ് സുവിശേഷം. യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനത്തെയാണ് പൗലോസ് സുവിശേഷം എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ പൗലോസ് സുവിശേഷത്തെ ഡിഫൈൻ ചെയ്യുന്നത് ഈ 4:6 യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം എന്നാണ് പൗലോസ് സുവിശേഷത്തെ 4:6 ഡിഫൈൻ ചെയ്യുന്നത്. 4:4 ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. അപ്പോൾ ദൈവപ്രതിമ എന്ന് പറഞ്ഞാൽ കർത്താവിനെയാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തു യേശുവിന്റെ തേജസ്സുള്ള സുവിശേഷം. ഈ തേജസ്സേറിയ സുവിശേഷം, ദിസ് ഇസ് എ ഗ്ലോറിയസ് ഗോസ്പൽ. ദിസ് ഗോസ്പൽ ഇസ് ഗ്ലോറിയസ്. ഈ സുവിശേഷം തേജസ്സേറിയ ഒരു സുവിശേഷമാണ്. ഈ സുവിശേഷം വിജയകരമായ ഒരു സുവിശേഷമാണ്. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്? ഇറ്റ്സ് എ ട്രയംഫന്റ് ഗോസ്പൽ. അതാണ് നാം 2 കൊരിന്ത്യർ 2 നമ്മൾ കണ്ടത്, നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. ഇറ്റ്സ് എ ട്രയംഫന്റ് ഗോസ്പൽ, ഇറ്റ്സ് എ ഗ്ലോറിയസ് ഗോസ്പൽ. തേജസ്സിൽ നിന്നും നമ്മെ തേജസ്സിലേക്ക് കൊണ്ടുപോകുന്ന ഈ സുവിശേഷമാണ്. നമുക്ക് നമ്മെ കൊണ്ടുപോകാൻ പറ്റുകയില്ല, മറിച്ച് തേജസ്സിൽ നിന്ന് നമ്മെ തേജസ്സിലേക്ക് കൊണ്ടുപോകുന്നത് ഈ തേജസ്സേറിയ സുവിശേഷമാണ്. ആ തേജസ്സേറിയ സുവിശേഷം ദൈവം നമുക്ക് തരുവാൻ തയ്യാറായത് എങ്ങനെയാണ് ആ സുവിശേഷത്തെ നമുക്ക് നൽകിയത്? അതാണ് 6-ാം വാക്യത്തിൽ കാണുന്നത്. യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ ആ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചിരിക്കുന്നു. അയോഗ്യരായിരുന്ന നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ദൈവം ഈ സുവിശേഷത്തെ പ്രകാശിച്ചു. കാരണം എന്താണ്? കാരണം നമ്മുടെ ഹൃദയങ്ങളിൽ ഇരുട്ടായിരുന്നു. നമ്മുടെ ഹൃദയങ്ങൾ ഇരുട്ടിലായിരുന്നപ്പോൾ, നമ്മുടെ മനസ്സ് ഇരുട്ടിലായിരുന്നപ്പോൾ ദൈവം തന്റെ കരുണപ്രകാരം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ഈ ദൈവ തേജസ്സിന്റെ പരിജ്ഞാനത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ വിളങ്ങിച്ചു. ഹി ലൈറ്റൻഡ് ദ ഗോസ്പൽ ഇൻ അവർ ഹാർട്ട്സ്. അത് വളരെ എക്സ്പ്ലെയിൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സമയക്കുറവ് കാരണം. അതിന്റെ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ നന്നായിട്ട് പറയുന്നുണ്ട്. ഫോർ ഗോഡ് ഹു സെഡ് ലൈറ്റ് ഷെൽ ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്. ഉൽപ്പത്തി 1:3 ആണ് ആ വേദവാക്യമാണ് പൗലോസ് റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഉൽപ്പത്തി 1:3 ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. നമുക്കറിയാമല്ലോ വാക്യം. ആ വാക്യത്തിന്റെ റെഫറൻസിലാണ് പൗലോസ് പറയുന്നത്, അങ്ങനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ ഉണ്ടാക്കിയ ദൈവം എന്താണ് നമ്മിൽ ചെയ്തത്? ഇരുട്ടിലായിരുന്നു നമ്മുടെ ഹൃദയത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ്, വേറൊരു വാക്കുകളിൽ പറയുകയാണെങ്കിൽ, ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദൈവം ഇരുട്ടിലായിരുന്ന നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചം വിളങ്ങിച്ചു. ആ വെളിച്ചം വിളങ്ങിച്ചത് എങ്ങനെയാണ്? ക്രിസ്തുവിനെ നമുക്ക് തന്ന് അങ്ങനെയാണ് വിളങ്ങിച്ചത്. അതായത് യേശുക്രിസ്തുവിന്റെ മുഖത്തിൽ ആ തേജസ് ഉണ്ടായിരുന്നു. ആ തേജസ് നമ്മുടെ ഹൃദയത്തിൽ ദൈവം വിളങ്ങിച്ചു. അതിന് ദൈവത്തിന് മനസ്സ് തോന്നി. ദൈവത്തിന് മനസ്സ് തോന്നാനുള്ള കാരണം എന്താണ്? ദൈവത്തിന് നമ്മളുള്ള അതുല്യമായ സ്നേഹനിമിത്തമാണ്. ദൈവത്തിന് നമ്മളുള്ള മഹൽ സ്നേഹനിമിത്തമാണ്. അഗാപ്പെ ലവ് കാരണം, അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ് കാരണമാണ് യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള തേജസ് നമ്മുടെ ഹൃദയത്തിൽ ദൈവം വിളങ്ങിച്ചത്.
അതാണ് നമുക്ക് ലഭിച്ച ഭാഗ്യം എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഒരു യോഗ്യതയും പറയുവാനില്ല, അതിന് നമുക്കൊരു മഹത്വവും ഒരു ശ്രേഷ്ഠതയും പറയുവാനില്ല. മറിച്ച് നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ കുമ്പിടാനേ പറ്റുകയുള്ളൂ, നമുക്ക് ദൈവത്തിന് മുമ്പിൽ നമസ്കരിക്കാനേ പറ്റുകയുള്ളൂ, നമുക്ക് ദൈവത്തിന് ആരാധന സമർപ്പിക്കാനേ കഴിയുകയുള്ളൂ. കാരണം നമുക്കൊന്നും പറവാനില്ല. ദൈവത്തിന് മുമ്പിൽ സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുക, ഡെഡിക്കേറ്റ് ചെയ്യുക അത് ചെയ്യാനേ നമുക്ക് കഴിയുകയുള്ളൂ. കാരണം ദൈവം അത്ര വലിയൊരു അത്ഭുത പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്. ഇരുട്ടിലായിരുന്ന നമ്മുടെ ഹൃദയത്തിൽ ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ആ തേജസ്സിന്റെ സുവിശേഷം വിളങ്ങിച്ചു, അല്ലെങ്കിൽ ആ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിച്ചു. സുവിശേഷമാണ് 4:4, ഇവിടെ 4:6 തേജസ്സിന്റെ ആ പരിജ്ഞാനം, ആ ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കുവാൻ ദൈവത്തിന് മനസ്സ് തോന്നി. ആ ദൈവത്തിന് നാം എപ്പോഴും സ്തുതി കരയട്ടെ. ആ ദൈവത്തെ നാം എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. നമ്മുടെ അവിശ്വാസത്തിന്റെ അന്ധകാരത്തെ ദൈവം അങ്ങനെയാ മാറ്റിയത്, അല്ലേ? നമ്മുടെ അവിശ്വാസത്തിന്റെ അന്ധകാരത്തെ ദൈവം എങ്ങനെയാ മാറ്റിയത്? യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ആ തേജസ്സിന്റെ പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ വിളങ്ങിച്ചു. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ ലൈറ്റനപ്പ് ചെയ്തു. നമ്മുടെ ഇരുട്ടിലായിരുന്ന ഹൃദയത്തെ ദൈവം വിളങ്ങിച്ചത് ആ യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ ഇട്ടുകൊണ്ടാണ്. അങ്ങനെ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഉരുവായി, അല്ലേ? നാം വിശ്വസിച്ചു, അങ്ങനെ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഉരുവായി. നാം കർത്താവിൽ വിശ്വസിച്ച് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് കർത്താവിനോട് ചേർന്ന് അങ്ങനെ ദൈവം നമ്മെ നീതീകരിച്ചു. അങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ ആ രക്ഷിക്കപ്പെട്ടതിന് ഒരു ആലങ്കാരികമായി 6-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്. മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിച്ചത്. യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള, നമുക്കറിയാം എബ്രായ ലേഖനം, ഞാൻ ആ വാക്യത്തിലോട്ടൊന്നും പോകുന്നില്ല, എബ്രായ ലേഖനം 1:3 അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 1:4, 5 ഒക്കെ അത് പറയുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് വായിക്കാം. യോഹന്നാൻ 1:4, 5 അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. കാരണം ഇരുളിന് വെളിച്ചത്തെ പിടിച്ചടക്കാൻ കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തുവാണ് ആ പ്രകാശം. അതുപോലെ എബ്രായർ 1:3 അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും, അല്ലെ? തേജസ്സിന്റെ പ്രഭയായ കർത്താവ്, തേജസ്സിന്റെ പ്രഭയായ കർത്താവ്, ജീവനായ കർത്താവ്, വെളിച്ചമായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു. അല്ലെങ്കിൽ ദൈവത്തിന് യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുവാൻ മനസ്സ് തോന്നി. തന്റെ കരുണപ്രകാരം, തന്റെ മഹൽ സ്നേഹം നിമിത്തം, തന്റെ അമൂല്യമായ സ്നേഹം നിമിത്തം, തന്റെ നിരുപാധികമായ അല്ലെങ്കിൽ കണ്ടീഷണൽ അല്ലാത്ത അൺകണ്ടീഷണലായ ആ സ്നേഹം നിമിത്തം, ഉപാധികളില്ലാത്ത സ്നേഹം നിമിത്തം മാത്രമാണ് ദൈവത്തിന് യേശുക്രിസ്തുവിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ വിളങ്ങിക്കുവാൻ തോന്നിയത്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, എങ്കിലും ഈ അത്യന്ത ശക്തി. അപ്പോൾ ഈ ഒരു വാക്യത്തെയാണ് നമ്മൾ പല സ്റ്റേജിലും ഞാൻ ദുർവഹിക്കാനും ചെയ്ത് കണ്ടിട്ടുള്ളത്. എങ്കിലും ഇത് 6നോട് ചേർത്ത് നാം പഠിക്കണം. എങ്കിലും ഈ അത്യന്ത ശക്തി. എന്താണ് ഈ അത്യന്ത ശക്തി? അതാണ് 6-ാം വാക്യത്തിൽ പറയുന്നത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അപ്പൊ ഈ അത്യന്ത ശക്തി എന്താണ്? പലപ്പോഴും പരിശുദ്ധാത്മ ശക്തി എന്നും കൃപാവരങ്ങളിലും അന്യഭാഷയും പ്രവചനവരവും എന്നൊക്കെ പറഞ്ഞ് വളരെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു വാക്യമാണിത്. എന്നാൽ എന്താണ് ഈ അത്യന്ത ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അത്യന്ത ശക്തിയാണ് 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സുവിശേഷത്തിന്റെ പരിജ്ഞാനം. ആ സുവിശേഷത്തിന്റെ പരിജ്ഞാനത്തെ നമ്മുടെ ഹൃദയത്തിൽ വിളങ്ങിച്ചത് ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ വിളങ്ങിച്ച ദൈവം. ആ ശക്തി, എങ്കിലും ഈ അത്യന്ത ശക്തി, എന്ത് ശക്തി? ദ ലൈറ്റ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന്റെ വെളിച്ചം എന്ന ശക്തി, സുവിശേഷം എന്ന ശക്തി, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള തേജസ്സിന്റെ പരിജ്ഞാനം എന്ന ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല. പിന്നെന്താ പൗലോസ് പറയുന്നത്? ദൈവത്തിന്റെ ദാനമാണ്. കാരണം അത് പറയാൻ കാരണമുണ്ട്. നമുക്കൊരു യോഗ്യതയും പറവാനില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയാൻ കാരണം? അതിന്റെ 2-ാം ഭാഗത്തിൽ പറയുന്നുണ്ട്, ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അപ്പൊ മൺപാത്രങ്ങൾ നമ്മുടെ ശരീരമാണ്. ഈ മൺപാത്രം നമ്മൾ ജാർസ് ഓഫ് ക്ലേ എന്ന ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ജാർസ് ഓഫ് ക്ലേ എന്ന് പൗലോസ് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഹീന കാര്യങ്ങൾക്കും മാന കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങളായിരുന്നു അന്നുള്ളത്. സ്വർണ്ണ പാത്രങ്ങൾ, ബ്രോൺസിന്റെ പാത്രം, വെള്ളിയുടെ പാത്രങ്ങൾ. പക്ഷെ ഈ ക്ലേയുടെ, കളിമണ്ണിന്റെ പാത്രങ്ങൾ എപ്പോഴും ഏറ്റവും ട്രാഷോ അല്ലെങ്കിൽ ഗാർബേജ് അല്ലെങ്കിൽ ഹീനമായ കാര്യങ്ങൾക്കായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തെ ഈ മൺപാത്രവുമായിട്ട് പൗലോസ് ഉപമിക്കുക. എന്നിട്ട് എന്തിനാ പൗലോസ് ഉപമിക്കുന്നത്? ഈ മൺപാത്രത്തിലാണ് ഈ അത്യന്ത ശക്തി പകർന്നത്. എന്താണ് ഈ അത്യന്ത ശക്തി? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ തേജസ്സിന്റെ പരിജ്ഞാനം,
വിളങ്ങിച്ചു. എന്താണ് ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം? ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിച്ചു. അതാണ് ഈ സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഈ ലൈറ്റ് ഓഫ് ദ ഗോസ്പൽ, അല്ലെങ്കിൽ ഈ സുവിശേഷത്തിന്റെ വെളിച്ചം എന്ന ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. ഈ സുവിശേഷത്തിന്റെ ശക്തി ആരുടെയാണ്? ഇത് ദൈവശക്തിയാണ്, അല്ലെ? റോമർ 1:14 നമ്മൾ കാണുന്നുണ്ട് സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ല. പൗലോസ് കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നല്ലോ. അപ്പോൾ ഈ ദൈവശക്തി എന്തിനാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവം വിളങ്ങിച്ചത്? അത് രക്ഷയ്ക്കായാണ് വിളങ്ങിച്ചത്. ആ രക്ഷയ്ക്കായി ദൈവശക്തിയെ നമ്മുടെ ഹൃദയത്തിൽ വിളങ്ങിച്ചു. ആ ശക്തിയാണ് ഞങ്ങളുടെ സ്വന്തം എന്നല്ല പൗലോസ് പറയുന്നത്. പിന്നെ മറിച്ച് ദൈവത്തിന്റെ ദാനം അത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അപ്പോൾ മൺപാത്രങ്ങളെ നമ്മുടെ ശരീരത്തോട് ഉപമിച്ച് പൗലോസ് പറയുക, നമ്മൾ വീക്കെൻഡ് വെസല, നമുക്കൊന്നും പുകഴുവാനല്ല, നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. മറിച്ച് നമുക്ക് പുകഴുവാനുള്ളതും പ്രശംസിപ്പാനുള്ളതും കർത്താവിൽ മാത്രമാണ്, യേശുക്രിസ്തുവിൽ മാത്രമാണ്. അപ്പോൾ ഈ വാക്യം പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത്, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുന്നത്, എബ്രായർക്ക് വെളിച്ചവും ഇപ്പോൾ ഗ്രീക്കുകാർക്ക് അറിവും റോമർക്ക് തേജസ്സും എന്ന് പറയുന്നത് അവരുടെ സംസ്കാരത്തിന്റെ വലിയ ഭാഗമായിരുന്നു. എബ്രായർക്ക് വെളിച്ചവും ഗ്രീക്കുകാർക്ക് അറിവും അല്ലെങ്കിൽ ഫിലോസഫി അല്ലെങ്കിൽ നോളജ്, റോമർക്ക് തേജസ്സും അവരവരുടെ സംസ്കാരത്തിന് വലിയ തീംസ് ആയിട്ട് വെച്ചിരുന്ന കാര്യങ്ങളായിരുന്നു. എബ്രായർക്ക് വെളിച്ചം, ഗ്രീക്കുകാർക്ക് അറിവ്, റോമർക്ക് തേജസ്. അപ്പോൾ ഇത് മൂന്നിനെയും ഒന്ന് അക്കോമഡേറ്റ് ചെയ്താണ് പൗലോസ് ഈ സുവിശേഷത്തെ 6ലും 7ലും ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. വെളിച്ചമുണ്ട്, അറിവുണ്ട്, തേജസ്സുണ്ട്. അത് ഈ സുവിശേഷത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വെളിച്ചമുണ്ട്. കർത്താവ് വെളിച്ചമാണ്, കർത്താവ് വിസ്ഡമാണ്. നമുക്കറിയാം പരിജ്ഞാനം എന്നുള്ളത് 1 കൊരിന്ത്യർ 1:1-ലും 2-ലും പൗലോസ് പറയുന്നുണ്ട്, ജീസസ് ഇസ് ദ വിസ്ഡം ഫ്രം ഗോഡ്. ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവാണ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രനായി ഈ ഭൂമിയിൽ അവതരിച്ചത്. അതുപോലെ യേശുക്രിസ്തുവിലാണ് ദൈവത്തിന്റെ തേജസ് വിളങ്ങുന്നത്. അത് നമുക്ക് എബ്രായർ 1:3 അറിയാം. അവന്റെ തേജസ്സിന്റെ പ്രഭയും. അപ്പൊ ഇത് മൂന്നും കർത്താവിൽ നാം കാണുന്നുണ്ട്. എന്താണ്? വെളിച്ചം കാണുന്നുണ്ട്, അറിവ് കാണുന്നുണ്ട്, ദൈവ തേജസ് കാണുന്നുണ്ട്. അപ്പോൾ എബ്രായർക്കും റോമർക്കും ഗ്രീക്കുകാർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പൗലോസ് ഈ 6ഉം 7ഉം എഴുതിയിരിക്കുന്നത്. ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം യേശുക്രിസ്തുവിന്റെ മുഖത്തിൽ വിളങ്ങിച്ചു. ആ വിളങ്ങിച്ചത് നമ്മുടെ മൺപാത്രങ്ങളിൽ പകർന്നു. അങ്ങനെ നാം ദൈവമക്കളായി തീർന്നു. അങ്ങനെ നാം രക്ഷിക്കപ്പെട്ടു. അങ്ങനെ നാം രക്ഷയിലേക്ക് നയിക്കപ്പെട്ടു. അതാണ് ഈ സുവിശേഷത്തിന്റെ ശക്തി. അതാണ് നാം ഈ രാവിലെ സമയവും മനസ്സിലാക്കേണ്ടത്. ഈ സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അത് ഇന്നും നമ്മെ നിലനിർത്തുന്ന ശക്തിയാണ്. നമ്മെ രക്ഷിക്കപ്പെടുത്തുക മാത്രമല്ല, തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്ന പോലെ ആ കൃപയെന്ന് പറയുന്നത് നമ്മുടെ നീതീകരണത്തിലും നമ്മുടെ വിശുദ്ധീകരണത്തിലും നമ്മുടെ തേജസ്കരണത്തിനും കാരണമായ കൃപയാണ്. ആ കൃപയാണ് നമ്മുടെ മൺപാത്രങ്ങളിൽ, മൺകൂടാരങ്ങളിൽ ദൈവം പകർന്നത്. ആ സുവിശേഷത്തിന്റെ ശക്തിയാണ് നമ്മെ ദിനംതോറും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിലൂടെ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ വെളിച്ചത്തെയും അറിവിനെയും തേജസ്സിനെയും ക്രിസ്തുവിന്റെ മുഖത്ത് നാം ദർശിക്കുന്നതും അറിയുന്നതുമാണ് ഏറ്റവും വലിയ നിക്ഷേപം. അതാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ക്രിസ്തുവിലാണ് നാം ഇതെല്ലാം അറിയുന്നത്, വേറെ ആരിലുമല്ല, അല്ലേ? ഇപ്പൊ ദൈവത്തിന്റെ വെളിച്ചത്തെയും ദൈവത്തിന്റെ അറിവിനെയും ദൈവത്തിന്റെ തേജസ്സിനെയും ക്രിസ്തുവിലൂടെ അറിയുന്നതും ക്രിസ്തുവിലൂടെ ദർശിക്കുന്നതുമാണ് ഏറ്റവും വലിയ നിക്ഷേപം. ആ നിക്ഷേപമാണ് നമ്മുടെ ഈ മൺകൂടാരങ്ങളിൽ ദൈവം പകർന്നിരിക്കുന്നത്. അതിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എത്ര വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യമാണല്ലേ? എത്ര ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. നമുക്ക് പുകഴുവാനൊന്നുമില്ല, നമുക്ക് ഈ മൺകൂടാരമാണ്. അപ്പോൾ ഈ മൺകൂടാരത്തിൽ ദൈവം പകർന്നു എന്നുള്ളത് കാരണം ദൈവത്തിന് മഹത്വം ലഭിക്കാനാണ്. നമുക്ക് യാതൊരു മഹത്വത്തിനും യോഗ്യതയില്ല. മറിച്ച് നമുക്ക് മൺകൂടാരം എന്നേ പറയാനുള്ളൂ. നമുക്ക് ഈ മൺകൂടാരത്തിൽ ദൈവം പകർന്നു എന്നേ നമുക്ക് പറയാനുള്ളൂ. അതിന്റെ കാരണം ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്. എല്ലാ മഹത്വത്തിനും എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ ദൈവം ഒന്ന് മാത്രമാണ്. എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ കർത്താവ് മാത്രമാണ്. കാരണം ദൈവമാണ് ഇതിന്റെ ഓത്തർ, ദൈവമാണ് ഇതിന്റെ ഫിനിഷർ, ദൈവമാണ് ആദ്യനും അന്ത്യനും, ദൈവമാണ് ഇത് പൂർത്തീകരിക്കുന്നത്, ദൈവമാണ് ഇത് തുടങ്ങി വെച്ചത്, ദൈവമാണ് ഇത് പൂർത്തീകരിക്കുന്നത്. ദൈവത്തിനാണ് സകല മഹത്വവും, ദൈവത്തിനാണ് സകല പുകഴ്ചയും. അപ്പൊ അങ്ങനെ ദൈവത്തിന് മഹത്വവും പുകഴ്ചയും കരയേറ്റുന്നവരായിരിക്കണം നാം. ആ ദൈവത്തിന്റെ ശക്തിയുടെ വലുപ്പം, അതിന്റെ മഹത്വം നാം എന്നും ദർശിക്കുന്നവരായി തീരണം. അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞത് പ്രീച്ച് ദ ഗോസ്പൽ. ഞാൻ മുമ്പേ പറഞ്ഞു പ്രീച്ച് ദ ഗോസ്പൽ ടു യുവർ സെൽഫ് എവറി ഡേ. എല്ലാ ദിവസവും നാം ഈ സുവിശേഷത്തിന്റെ ശക്തി മനസ്സിലാക്കണം, അത് നാം എക്സ്പീരിയൻസ് ചെയ്യണം. അത് രക്ഷിക്കപ്പെടുമ്പോൾ മാത്രമല്ല, മറിച്ച് എല്ലാ ദിവസവും നാം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ സുവിശേഷത്തിന്റെ ശക്തി എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം മൺപാത്രങ്ങളാണ്. നമുക്ക് യാതൊരു ശ്രേഷ്ഠതയും പറവാനില്ല, നമുക്ക് യാതൊന്നിലും ബോസ്റ്റ് ചെയ്യാനില്ല, നമുക്ക് യാതൊരു പ്രൗഡാവാൻ ഒരു കാര്യവുമില്ല. മറിച്ച് നാം മൺപാത്രങ്ങളാണ്. നമ്മൾ
അതുകൊണ്ട് താഴ്മയോടെ ദൈവസന്നിധിയിലായിരിക്കണം. നമ്മുടെ താഴ്മ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. കർത്താവാണ് എല്ലാത്തിലും യോഗ്യൻ. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ പോലെ അവനോ വളരണം, ഞാനോ കുറയണം. ആ ഒരു മനോഭാവത്തോടെ, താഴ്മയുള്ള മനോഭാവത്തോടെ ക്രിസ്തുവിനെ മാതൃകയാക്കിയാണ് നാം മുന്നോട്ട് പോകേണ്ടത്. എന്നിട്ട് പൗലോസ് പറഞ്ഞു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നുവെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ മൺപാത്രം എന്ന് പറയുന്നത് ഇത് ഉപേക്ഷിക്കപ്പെടുവാൻ സാധ്യതയുള്ളതാണ്. ഇത് പെട്ടെന്ന് പൊട്ടുവാൻ സാധ്യതയുള്ളതാണ്. ഇത് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് പൗലോസ് പറയുന്നത്. കാരണം നമ്മൾ മൺപാത്രങ്ങളാണ്, നമ്മൾ പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുള്ളവരാണ്, നമ്മൾ നിരാശ അനുഭവിക്കാൻ സാധ്യതയുള്ളവരാണ്. കഷ്ടത്തിലൂടെ നാം പോകും, നിരാശയിലൂടെ പോകും, പ്രതിസന്ധിയിലൂടെ പോകും. നമ്മൾ അതിലൊക്കെയും വീഴാൻ ചാൻസ് ഉണ്ട്, നമ്മൾ അതിലൊക്കെയും ഭാരപ്പെടുവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പാരഡോക്സ് പോലെ, ഒരു കോൺട്രഡിക്ഷൻ പോലെ പൗലോസ് പറയുന്നുണ്ട്. കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. പൗലോസിന് ഇടുക്കമില്ല. കാരണം ആരാ ഉള്ളിലിരിക്കുന്നത്? ആ സുവിശേഷത്തിന്റെ ശക്തി ഉള്ളിലിരിക്കുന്നത്. ക്രിസ്തുവാണ് ഉള്ളിലിരിക്കുന്നത്. ആ ക്രിസ്തു ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം കഷ്ടം സഹിക്കേണ്ടി വന്നാലും ഇടുങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പൗലോസ് പറയുന്നത്, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ബുദ്ധിമുട്ടുണ്ട് ഈ ലോകത്തിൽ, എങ്കിലും നിരാശപ്പെടുന്നില്ല. കാരണം എന്താ? നമുക്ക് ലഭിച്ചത് സുവിശേഷത്തിന്റെ വെളിച്ചമാണ്. ആ സുവിശേഷത്തിന്റെ വെളിച്ചം ലഭിച്ചവർ ബുദ്ധിമുട്ടെങ്കിലും അവർ നിരാശപ്പെടേണ്ടി വരില്ല. കാരണം കർത്താവ് അവരുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. ആ ബോധ്യം ഉള്ളിടത്തോളം കാലം അവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിലും. പിന്നെ പൗലോസ് പറയുന്നത്, ഉപദ്രവം അനുഭവിക്കുന്നുവെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഉപദ്രവമുണ്ട്, സുവിശേഷ നിമിത്തം ഉപദ്രവമുണ്ട് ഈ ലോകത്തിൽ. ഇതൊരു ബെഡ് ഓഫ് റോസസ് അല്ല, മറിച്ച് ഉപദ്രവം ഏൽക്കേണ്ടി വരും. പക്ഷെ പൗലോസ് പറയുന്നത് ഉപേക്ഷിക്കപ്പെടുന്നില്ല. കാരണം ഞങ്ങളുടെ ഉള്ളിൽ ആരാ? യേശുക്രിസ്തു ഉള്ളത്, ആ സുവിശേഷത്തിന്റെ ശക്തിയുള്ളത്. യേശുക്രിസ്തുവിന്റെ മുഖത്തിൽ വിളങ്ങിച്ച ആ ദൈവ തേജസ്സാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ വിളങ്ങിച്ചത്. ഞങ്ങളുടെ ഈ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തി സുവിശേഷത്തിന്റെ വെളിച്ചമാണ്. ആ സുവിശേഷത്തിന്റെ വെളിച്ചം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയില്ല. എന്നിട്ട് പൗലോസ് പറയുന്നത്, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. കാരണം നശിക്കാൻ കർത്താവ് സമ്മതിക്കില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്ന യാതൊന്നിനും വേർപിരിക്കാൻ കഴിയില്ല. റോമർ 8 നമ്മൾ കാണുന്നുണ്ടല്ലോ, പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ കഴിയില്ല. എന്നാൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ആ സ്നേഹത്തിൽ മുന്നോട്ട് നടക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം. ആ വിശ്വാസ ജീവിതത്തിൽ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം, ദൈവത്തിലുള്ള സംസർഗം മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ള ഉത്തരവാദിത്വം. വിശ്വാസത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ താഴ്മയോടെ ദൈവത്തിന് മുമ്പിൽ സബ്മിറ്റ് ചെയ്ത്, സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അപ്പൊ അതിലൂടെ നാം ക്രിസ്തുവിനോട് കൂടെ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. എങ്കിൽ നമുക്ക് പൗലോസ് പറഞ്ഞ പോലെ കഷ്ടം സഹിക്കുന്നുവെങ്കിലും ഇടുക്കം വരികയില്ല, ബുദ്ധിമുട്ടെങ്കിലും നിരാശപ്പെടുകയില്ല, ഉപദ്രവം അനുഭവിക്കേണ്ടി വന്നാലും നമ്മൾ ഉപേക്ഷിക്കപ്പെടുകയില്ല. പിന്നെ പറയുന്നത്, വീണ് കിടക്കേണ്ടി വന്നാലും നാം നശിച്ചു പോകില്ല. കാരണം കർത്താവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ആ സുവിശേഷത്തിന്റെ ശക്തി നമ്മുടെ ഹൃദയത്തിൽ വിളങ്ങിച്ചിടത്തോളം കാലം, അത് നമ്മുടെ ഉള്ളിലുള്ളിടത്തോളം കാലം നമുക്കിതൊന്നും അനുഭവിക്കേണ്ടി വരില്ല. നമുക്കിതൊന്നും, പൗലോസ് പറഞ്ഞ പോലെ, നാം നശിച്ചു പോകില്ല, നിരാശപ്പെടുകയില്ല, ഇടുങ്ങിയിരിക്കുകയില്ല, നാം ഉപേക്ഷിക്കപ്പെടുകയില്ല. എന്നിട്ട് പൗലോസ് പറയുകയാണ്, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അങ്ങനെ വഹിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. കാരണം പൗലോസിന്റെ ബലഹീനതയിലൂടെ ക്രിസ്തുവാണ് മഹത്വപ്പെട്ടത്. പൗലോസല്ല മഹത്വപ്പെട്ടത്, അല്ലെ? പൗലോസിന്റെ ബലഹീനതയിലൂടെ ക്രിസ്തു മഹത്വപ്പെട്ടു. അങ്ങനെ ദൈവം തന്നിൽ ഉണ്ടെന്നുള്ള കാര്യം പൗലോസിന് ബോധ്യമായിരുന്നു. അങ്ങനെ പൗലോസ് ആ ബോധ്യത്തോടെയാണ് ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചത്. എന്നാൽ വ്യാജ ഉപദേഷ്ടാക്കന്മാർ വേണ്ടാത്തൊക്കെ പൗലോസിനെ പറ്റി പറഞ്ഞുകൊണ്ട് നടന്നിട്ടും പൗലോസിന് ഈ ബോധ്യം മനസ്സിലുള്ളത് കൊണ്ടാണ് പൗലോസ് വളരെ ബോൾഡായിട്ട് പറയുന്നത്, ഈ മൺപാത്രത്തിൽ, ഈ മൺകൂടാരത്തിൽ ദൈവ തേജസ് വിളങ്ങിച്ചു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഖത്ത് വിളങ്ങിച്ച ആ ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം ഞങ്ങളുടെ ഹൃദയത്തിൽ വിളങ്ങിച്ചു. ആ സുവിശേഷത്തിന്റെ ശക്തി, ആ നിക്ഷേപം, ആ സുവിശേഷത്തെ അറിയുവാനും ദർശിപ്പാനുമുള്ള കൃപ ദൈവം നമുക്ക് നൽകി തന്നു. അങ്ങനെ ആ കൃപ നൽകി തന്ന ദൈവം, അതിനെ ദർശിപ്പാനും ആ സുവിശേഷത്തിന്റെ ശക്തി അറിയുവാനും സുവിശേഷത്തെ ദർശിപ്പാനും ദൈവം നമുക്ക് കരുണപ്രകാരം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, ദൈവം നമ്മെ ഈ ലോകത്തിലാക്കി വെച്ചു. അങ്ങനെ ആ ബോധ്യമുള്ളിടത്തോളം കാലം നമുക്ക് ബലത്തോടെ, നമുക്ക് കറേജിയസ് ആയിട്ട്, നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ പറ്റും, നാം ഉപേക്ഷിക്കപ്പെടുകയില്ല, നാം നിരാശയിലൂടെ പോകേണ്ടി വരില്ല, നാം വീണു പോകുകയില്ല, നാം നശിച്ചു പോവുകയില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വിളങ്ങുന്നു. എന്നിട്ടാണ് പൗലോസ് പറയുന്നത്, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നതിന് യേശുവിന്റെ മരണം
ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. യേശുവിൻ്റെ പിന്നെ പറയുന്നത്, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടാൻ എന്നെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തെ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. അപ്പോൾ പൗലോസിന് മരിക്കേണ്ടി വന്നാലും പൗലോസിന് വിഷമമില്ല. കാരണം എന്താണ്? ആ കഷ്ടപ്പാടിലൂടെ കർത്താവ് മഹത്വപ്പെടുന്നത്. ആ കഷ്ടപ്പാടിലൂടെ അനേകർ കർത്താവിലേക്ക് കടന്നു വരിക ചെയ്യുന്നത്. പൗലോസ് തന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിലൂടെ പൗലോസ് മരിക്കേണ്ടി വന്നാലും പൗലോസിന് സന്തോഷമുള്ളൂ. കാരണം എന്താണ്? അനേകർ കർത്താവിന് രക്ഷിതമായി സ്വീകരിക്കുകയാണ്, അനേകർ കർത്താവിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. എങ്ങനെയാണ് വ്യാപരിക്കുന്നത്? കർത്താവ് യേശുക്രിസ്തുവിലൂടെയാണ് വ്യാപരിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം, ഈ യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം നിങ്ങളുടെ ഹൃദയത്തിൽ വിളങ്ങുന്നതിലൂടെ കർത്താവ് യേശുക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നു. ഞങ്ങൾ കഷ്ടപ്പാടിലൂടെ പോയേക്കാം, ഞങ്ങൾ ബുദ്ധിമുട്ടിലൂടെ പോയേക്കാം, ഞങ്ങൾ നിരാശയിലൂടെ പോയേക്കാം, ഞങ്ങൾ ഇതിലൂടെ ഒക്കെ പോയേക്കാം. എങ്കിലും ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളിൽ കർത്താവ് ജീവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ പൗലോസിനെ ബലപ്പെടുത്തിയത് കർത്താവാണ്. അങ്ങനെ പറയാൻ പൗലോസിനെ ബലപ്പെടുത്തിയത് ദൈവമാണ്. ആ ദൈവത്തിന്റെ ആ സന്തോഷം പൗലോസിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. ഇത്രയും കഷ്ടപ്പാടുള്ള പോയിട്ടുള്ളപ്പോഴും പൗലോസ് ഇത്രയും വളരെ ധൈര്യത്തോടെ പറയുന്നതിന്റെ കാരണം ആ രക്ഷയുടെ സന്തോഷം പൗലോസിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. ആ രക്ഷയുടെ സന്തോഷം നമ്മുടെ ഉള്ളിലും ഉണ്ടോ എന്ന് ഇന്ന് രാവിലെ നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ രക്ഷയുടെ സന്തോഷം രക്ഷിക്കപ്പെട്ടപ്പോൾ മാത്രം ആയിരുന്നു ഉണ്ടായിരുന്നത്, അതോ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടോ എന്ന് നാം അനുദിനം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദൈവ തേജസ്സിന്റെ ആ പരിജ്ഞാനം, യേശുക്രിസ്തുവിന്റെ മുഖത്തിൽ വിളങ്ങിയ ആ തേജസ്സിന്റെ പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും വിളങ്ങുന്നുണ്ടോ? അതിപ്പോഴും കത്തുന്നുണ്ടോ? അതിപ്പോഴും നമുക്ക് വെളിച്ചം പകരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നാം ദൈവത്തിന്റെ വെളിച്ചമായി മറ്റുള്ളവരിലേക്ക് പ്രകാശിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇരുട്ടിൽ ഇപ്പോഴും അനേകരുണ്ട്, അനേകർ ഇപ്പോഴും ഇരുട്ടിലാണ്. ആ ഇരുട്ടിൽ അനേകർ കിടക്കുമ്പോൾ നമ്മെ ദൈവം ഈ ലോകത്തിന് വെളിച്ചമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വെളിച്ചം നാം മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വെളിച്ചം പകർന്ന് അവരെ ശിഷ്യരാക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ വിളിയും തെരഞ്ഞെടുപ്പും നാം ഉറപ്പാക്കിക്കൊണ്ട് വേണം നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം ഈ ലോകത്തിൽ കഴിപ്പാൻ. അപ്പോൾ ഞാൻ എന്താണ് ഇന്ന് പറഞ്ഞതിന്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്, സുവിശേഷത്തിന്റെ ശക്തിയെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ പറഞ്ഞതും. ഈ സുവിശേഷത്തിന്റെ ശക്തി രക്ഷയ്ക്ക് ഉതകുന്ന ദൈവശക്തിയാണ്. പൗലോസ് മുമ്പേ പറഞ്ഞതുപോലെ വചനത്തിനോട് യാതൊന്നും കൂട്ടിച്ചേർത്തില്ല. പൗലോസ് മായമില്ലാത്ത സുവിശേഷമാണ് പ്രസംഗിച്ചത്. ആ മായമില്ലാത്ത സുവിശേഷം പ്രസംഗിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? ക്രിസ്തുവാണ് ഉയർത്തപ്പെട്ടത്. ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ പറ്റിയാണ് പൗലോസ് പറഞ്ഞത്. തന്റെ ശ്രേഷ്ഠതയോ തന്റെ യോഗ്യതയോ ഒന്നുമല്ല പൗലോസ് പ്രസംഗിച്ചത്, മറിച്ച് ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ പറ്റിയാണ് പ്രസംഗിച്ചത്. ക്രിസ്തുവിനെയാണ് താൻ ഉയർത്തിയത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് താൻ പ്രസംഗിച്ചത്. ക്രിസ്തുവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും പറ്റിയാണ് താൻ പ്രസംഗിച്ചത്. അങ്ങനെ പ്രസംഗിച്ചപ്പോഴാണ് അനേകർ കൊരിന്ത്യ സഭയിൽ രക്ഷയിലേക്ക് നയിക്കപ്പെട്ടത്. അങ്ങനെ പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ രക്ഷയെപ്പറ്റിയാണ് പിന്നെയും പൗലോസ് വിശദീകരിച്ച് പറയുന്നത്. ദൈവ തേജസ്സിന്റെ, യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ആ സുവിശേഷത്തിന്റെ ശക്തി ഇപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നുണ്ടോ എന്ന് നാം ഇന്ന് രാവിലെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ പൗലോസിനോട് ചേർന്ന് പറയാൻ പറ്റും, കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നാം നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. കാരണം യേശുക്രിസ്തുവാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. ആ സുവിശേഷത്തിന്റെ പ്രകാശം ഇപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ, വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ. അങ്ങനെ വിളങ്ങുന്നില്ലെങ്കിൽ ഈ രാവിലെ സമയം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നാം കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, ഞങ്ങൾ എന്തെങ്കിലും കുറവശങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിന്റെ ഏത് സോണിൽ, ഏത് മേഖലയിലെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, കർത്താവേ, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് നാം പറയാൻ തയ്യാറാവുകയാണെങ്കിൽ കർത്താവ് നമ്മളോട് ആർദ്രത കാണിക്കുവാൻ തയ്യാറാണ്. ഇന്നും കർത്താവ് നമ്മളോട് മനസ്സലിവ് കാണിക്കാൻ തയ്യാറാണ്. കർത്താവ് ദയ കാണിക്കുവാൻ തയ്യാറാണ്. കർത്താവ് കൃപയും കരുണയും നിറഞ്ഞവനായിരിക്കാൻ ദീർഘക്ഷമയും മഹാദയുള്ളവനെന്നല്ലേ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. ഇന്നും ആ ദൈവം ജീവിക്കുന്നു. ഇന്നും ആ കർത്താവ് കൃപയും മനസ്സലിവും ദയയും നിറഞ്ഞവനാണ്. അങ്ങനെ ആ കൃപ നമ്മുടെ മേൽ പകർന്ന് ഈ സുവിശേഷത്തിന്റെ ആ വെളിച്ചം നമ്മളിലുള്ള പകർന്ന് അനേകർ, ഇരുട്ടിലായിരിക്കുന്ന അനേകർ ഈ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഈ ദൈവവചന ചിന്തയിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ. താങ്ക് യു. എല്ലാവരും കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് കൃത്യമായിട്ട്